സോ ഇതിൻ്റെ മാക്സിമം അവൈലബിൾ മോഡൽസ് ഇതിൻ്റെ ഫോർമാറ്റിലുള്ള കുറച്ചെന്ന് പറയുന്നത് യോളോ 11 ഒക്കെ തന്നെയാണ് ഇപ്പോഴും കുറേ പ്ലേസിലൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നത്. 26 എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള അപ്ഗ്രേഡേഷൻസ് ഉണ്ടാവും. ബട്ട് അതിൻ്റെ യോളോ ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് കുറേ ഡാറ്റ സെറ്റൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നമുക്ക് നോർമലി ആ ഒരു ഡാറ്റ സെറ്റിൽ പോയിട്ട് ചെയ്യാന്നുള്ളതിന് പകരം യോളോൻ്റെ ആ ഒരു ഫോർമാറ്റിൽ കിട്ടുന്ന ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പോയിട്ട് സേഫ്റ്റി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുണ്ടോ, ഇതിൻ്റെ ആ ഒരു പോയിൻറ്റിങ്ങിൻ്റെ ഇതാണ് ലോഡ് ചെയ്തേക്കണത്. മോഡൽസ് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ അങ്ങനെ ലോഡ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ അത് ഓൾറെഡി ഈ ഒരു യോളോൻ്റെ ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ആയിരിക്കും കിടക്കുന്നത്. PP റൺസ് ടെസ്റ്റ് ട്രെയിന് ലേബൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടി ഉണ്ടാവും. നമുക്ക് .txt എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലും കൂടി ഉണ്ടാവും. ഇത് ആക്ച്വലി അനോട്ടേഷൻ ചെയ്യില്ലേ, ഇമേജ് അനോട്ടേഷനൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുന്ന പോലെ. അത് നോക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് കോർഡിനേറ്റ്സ് പോലെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് അതിൻ്റെ സെൻറ്റർ XY WH എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇമേജിൻ്റെ സെൻറ്റർ ആൻഡ് ലെങ്ത്ത് വിഡ്ത്ത് XY കോർഡിനേറ്റ്സ് അതൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ ഒരു ഇമേജിൻ്റെ ഡീറ്റെയിൽസ് ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള സ്കെയിലിങ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് 0 to 1 എന്നുള്ള ഫോർമാറ്റിലാണ് ഇതിൽ കിടക്കുന്നുണ്ടാവും. സോ നമുക്ക് ഈ ഒരു ഡാറ്റ സെറ്റ് എടുക്കുമ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റിൽ പോയിട്ട് ഇത് ക്ലിയർ മീൻസ് അത് ജനറേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ആ യോളോയിൽ റൺ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി യോളോ ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല. അതിൻ്റെ ലേബൽസും അവിടെ ഉണ്ട്, ഇമേജസ് സെപ്പറേറ്റ് ഇവിടെ ഉണ്ട്. സോ ട്രെയിനിങ്ങിൽ ആ ഒരു ഇമേജസും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലേബൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതില്ല എന്നുണ്ടെങ്കിൽ ആ അനോട്ടേഷനും കൂടി വേണം അതിന്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ ഫൈനൽ പ്രഡിക്ഷൻസ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഡാറ്റ സെറ്റ് എന്ന് പറയും ഈ സേഫ്റ്റി ഡിറ്റക്ഷനാണ്. വർക്ക് സ്പേസിലൊക്കെ ഈ ഇപ്പോൾ കൺസ്ട്രക്ഷനിലൊക്കെ കുറേ ക്യാപ്പൊക്കെ വെച്ചിട്ട് ആൾക്കാർ വർക്ക് ചെയ്യില്ലേ, സിവിലിൻ്റെ ഇതിലൊക്കെ. സോ ആ ഒരു ടൈപ്പിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന സേഫ്റ്റി നെറ്റ്, ആ ഒരു ക്യാപ്പ് ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നൊരു ടൈപ്പാണ്. നമുക്കല്ലാണ്ടും കുറേ ഡാറ്റ സെറ്റ്സ് ഉണ്ട് അൾട്രാലിറ്റിക്സ് ചെയ്യാൻ. സ്പോർട്സിൻ്റെ പ്രൊഡിക്ഷൻ യൂസ് ചെയ്യും. ആൻഡ് ഈ ഒബ്ജക്റ്റ് ഡിറ്റക്ഷന് ആനിമൽസ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതിലും വരുന്നത് ഇപ്പോൾ സിംഗിൾ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാവും ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ പാരാമീറ്റേഴ്സ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. പിന്നെ വരുന്നത് മൾട്ടി ക്ലാസ് ആണ്. മൾട്ടി ക്ലാസ് എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഇതിൽ മൾട്ടി ക്ലാസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ആ സ്യൂട്ട്സ്, അതിൻ്റെ ഡ്രസ്സ്, ക്യാപ്പ്, അങ്ങനെ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേലിടുന്ന കോട്ട് പോലത്തെ ഉണ്ട്. സോ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടാവുക. സോ മൾട്ടി ക്ലാസ്സും ഉണ്ട്. നേരത്തെ ബൈനറിക്കൊക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ, അതേപോലത്തെ ഫൈൻഡിങ്സും വരും. സോ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, വാട്ട് ഒബ്ജക്ട്സ് ആർ പ്രസൻറ്റ് ആൻഡ് വേർ ദേ ആർ ലൊക്കേറ്റഡ്. സോ ഇതിൽ വരുന്നത് ഹെൽമെറ്റ്, പേഴ്സൺ, വെസ്റ്റ്, എന്തോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, 3 ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ. സോ ഇതിൽ ഒരു 2-3 ഒബ്ജക്ട്സിൻ്റെ പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ അക്യുറസി അല്ലെങ്കിൽ ആ കോൺഫിഡൻസും ഒക്കെ കാണിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ഇമേജ് സെഗ്മെൻറ്റേഷനാണ്. ഇൻസ്റ്റെഡ് ഓഫ് ബോക്സസ് എവറി പിക്സൽ ബിലോങ് ടു ആൻ ഒബ്ജക്റ്റ്. ഇൻസ്റ്റെഡ് ഓഫ് സ്കാനിങ് ആൻ ഇമേജ് മെനി ടൈംസ് യോളോ പ്രോസസ് ഇറ്റ് ഇൻ 1 ഫോർവേഡ് പാസ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഓൺലി ലുക്ക് വൺസ്. അതാണ് യോളോ എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം. സോ ഇത് ഒറ്റ വട്ടം മാത്രമേ അതിൽ പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ. ഒരു ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത്. ബാക്ക്വേർഡ് ഇല്ല, ജസ്റ്റ് ആ ഒരു ഫോർവേഡ് പാസ് മാത്രമാണ് നടക്കുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റാണ്, അക്യുറേറ്റ് ആണ്, റിയൽ ടൈം ഡിറ്റക്ഷന് ഹെവി ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ ഈ യോളോ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും.
ഇപ്പോൾ ഒരു മാളിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഒബ്ജക്ട്സ് ഡിറ്റക്ട് ചെയ്യുന്നതും മൾട്ടി ലേബൽസും ഒക്കെ ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ദെൻ ട്രാഫിക്കിൻ്റെ ഇത് കാണുന്നുണ്ടോ? സോ ആ റിയൽ ടൈമിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. ദെൻ ഇതിൽ കമ്പാരിസൺ ആണ് അൾട്രാലിറ്റിക്സ് യോളോ 11, യോളോ വേർഷൻ 12 എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് യോളോ 26 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന്. സോ യൂസിങ് യോളോ 12 ത്രൂ ദി അൾട്രാലിറ്റിക്സ് പൈത്തൺ പാക്കേജ്. സോ പ്രാക്ടിക്കൽ യോളോ 12 ആപ്ലിക്കേഷൻസ്. സോ ഓരോന്ന് വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആകും. ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആയതുകൊണ്ട് ഇതിൻ്റെ വെയ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രഡിക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച ഒബ്ജക്ട്സ് മാത്രമല്ലേ ഡിറ്റക്ട് ആവുള്ളൂ. അനോട്ടേഷൻസ് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഇത് കൊടുക്കുമ്പോൾ ഇത് വീഡിയോയിലേക്കും ആക്കാം, വീഡിയോ ഇമേജ് അങ്ങനെ പുതിയത് വരുന്നതിലേക്കും ആക്കാം. മനസ്സിലായില്ല. റിയൽ ടൈം ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കൊടുക്കില്ലേ ഡാറ്റ, എന്നിട്ട് പുതിയ ഡാറ്റയിൽ ചെയ്യിപ്പിക്കാൻ പറയില്ലേ, അതേപോലെയും വർക്കാവും. അപ്പോൾ റിയൽ ടൈമിൽ വീഡിയോയിലും ഇതിങ്ങനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഒരുപാട് ഈ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഒരുപാട് ഇൻഡസ്ട്രീസിൽ വരുന്നുണ്ടല്ലോ. ഓട്ടോമോട്ടീവിൽ വരുന്നുണ്ട്, ട്രാഫിക്കിൻ്റെ അതിന് വരുന്നുണ്ട്, ഹെൽത്ത് കെയറിന് വരുന്നുണ്ട്. ഹെൽത്ത് കെയറിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസിൻ്റെ ഡയഗ്നോസിസിനോ അതിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ റിയൽ ടൈം അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫേസ് ഡിറ്റക്ഷനും ഇതിനൊക്കെ അതിന് കുറച്ചുകൂടി ഇതാക്കാൻ പറ്റും. പിന്നെ മാനാണോ വുമണാണോ, പിന്നെ വരുന്നത് ഹെൽമെറ്റിൻ്റെ ഡിറ്റക്ഷൻ ട്രാഫിക്കിൽ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാസ്ക് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാനുള്ള ഇതില്ലേ. ഇപ്പോൾ കൊറോണയുടെ ടൈമിലൊക്കെ ഇതൊക്കെ പോപ്പുലറായിട്ട് യൂസ് ചെയ്തായിരുന്നു. അതായത് മാസ്ക് വേറെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ. അതിൻ്റെ യൂസ് കേസസ് ആണ്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഓരോ വേർഷൻസും തമ്മിലുള്ള ഡിഫറൻസസ്, യോളോൻ്റെ ഓരോ വേർഷൻസ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് ഇപ്പോൾ ഒരു ഇമേജ് അതിൻ്റെ ആ CNN ഓർ VGG നമ്മൾ CNN എടുത്തപ്പോൾ പറഞ്ഞാണ് VGG60 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. സോ അതിൻ്റെ ബാക്ക് ബോണായിട്ട് വർക്ക് ചെയ്യുന്നത് CNN ഓർ VGG ആണ്. എന്നിട്ട് ഈ ഒരു യൂണിറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒബ്ജക്ട്സിനെ ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ ഫൈനലി അതിൻ്റെ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് മാക്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സിഗ്മോയിഡ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു. സോ അതിൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ക്ലാസിഫിക്കേഷൻ സ്കോർസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, കൺവല്യൂഷനും അതിൻ്റെ ഡൗൺ സാമ്പിളിങ്. അതിൻ്റെ ഓരോ ലെയേഴ്സിലും ടോട്ടൽ ഇമേജ് ഹാൻഡിൽ ചെയ്യാണ്ട് പൂളിംഗ് ഒക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ, അതേപോലെ ഫൈനലി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കും ഈ മോഡൽ. ആ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്താണോ ഡാറ്റ ആ ഡാറ്റയിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് റിയൽ ടൈമിൽ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഇത് ഓണാക്കിയിട്ട് വീഡിയോ ഓണാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതിൽ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള മോഡലായിരിക്കുമല്ലോ. അപ്പോൾ ഒബ്ജക്ട്സിനെ അതിന് ഫാസ്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ വീഡിയോ കൊണ്ടുപോകുമ്പോൾ മോണിറ്റർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആൻഡ് പേഴ്സൺ, വർക്കർ, ചെയർ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ വേർഷൻ വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ CNN യൂസ് ചെയ്ത ആ മാക്സ് പൂളിങ് ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പ് സാമ്പിളിങ്, ഡൗൺ സാമ്പിളിങ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ CVയിൽ അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മെത്തേഡ്സ് യൂസ് ചെയ്തായിരുന്നില്ലേ, അതേപോലെ കുറച്ച് ടെക്നിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ കൺവല്യൂഷൻ പ്ലസ് ബാച്ച് നോർമലൈസേഷൻ, ലീക്കി റെലു, അതിൽ ആ ഒരു വാനിഷിംഗ് ഗ്രേഡിയൻസ് വരാണ്ടിരിക്കാനാണ് ലീക്കി റെലു യൂസ് ചെയ്യുന്നത്. ദെൻ
യോളോ V5 ഓരോ വേർഷൻ്റെ ഇതാണ്. യോളോ V7 എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത്. യോളോ V8 സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വേർഷനാണ്. കുറേ യോളോ മോഡൽസിൻ്റെ ഡാറ്റ സെറ്റിൽ യോളോ മോഡൽസിൻ്റെ ഒരുപാട് വന്നിരുന്ന 8ഉം 11ഉം ഒക്കെയാണ്. യോളോ V8 റിഫൈൻഡ് പ്രീവിയസ് ഇംപ്രൂവ്മെൻറ്റ്സ് വിത്ത് എ മോർ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ഒപ്റ്റിമൈസ്ഡ് ഫോർ വേരിയസ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. യൂസ്ഡ് എ ന്യൂ ബാക്ക് ബോൺ ആൻഡ് ഹെഡ് വിത്ത് ഒപ്റ്റിമൈസ്ഡ് മോഡൽ ഫോർ ഹൈ അക്യുറസി ആൻഡ് ഫാസ്റ്റ് ഇൻഫറൻസ്. സോ ഇതുകൊണ്ടാണ് 8 ഒക്കെ എപ്പോഴും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. സപ്പോർട്ട്സ് ഇൻസ്റ്റൻസ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ഒബ്ജക്ട് ട്രാക്കിംഗ് ആ റിയൽ ടൈം ഒബ്ജക്ട് ട്രാക്കിങ്ങിന് കൂടുതലായിട്ട് യൂസ് ചെയ്തായിരുന്നു. ദെൻ ഫർദർ ഇംപ്രൂവ്ഡ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ ആക്യുറസി. സോ മുന്നേ ഉണ്ടായിരുന്ന മോഡൽസിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചർ എക്സ്ട്രാക്ഷനും ഡിറ്റക്ഷൻ അക്യുറസിയും ഈ ഒരു യോളോ V8 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിനുണ്ടായിരുന്നു. ഒപ്റ്റിമൈസസ് ആങ്കർ ബോക്സസ് ഫോർ ബെറ്റർ പെർഫോമൻസ് വിത്ത് ഓട്ടോ ആങ്കർ മെക്കാനിസം. ഡിസൈൻ ഫോർ ബെറ്റർ അഡാപ്റ്റബിലിറ്റി അക്രോസ് ഡിഫറെൻറ്റ് ഡിപ്ലോയ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ്. ഇപ്പോൾ വിൻഡോസ് ആയാലും മാക് ആയാലും അല്ലെങ്കിൽ ലിനക്സ് ആയാലും ഒക്കെ അതിൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. സോ അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇഷ്യൂ ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ദെൻ യോളോ V8 അച്ചീവ്ഡ് ഹയർ അക്യുറസി ആൻഡ് ബെറ്റർ ജനറലൈസേഷൻ വൈൽ കീപ്പിംഗ് റിയൽ ടൈം പെർഫോമൻസ്. വീഡിയോ ട്രാക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ഡിറ്റക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും ബെറ്റർ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാം റിയൽ ടൈമിൽ. ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സിംഗിൾ ഷോട്ട് ഒബ്ജക്ട് ഡിറ്റക്ഷൻ മോഡൽസ് ടുഡേ. സ്റ്റിൽ ഈ യോളോ V8 എന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയും ബെറ്റർ ആയിട്ടുള്ള വേർഷനാണ്. Then it became popular version of YOLO due to its ease of use and high accuracy. It was commonly used in autonomous vehicles, surveillance and retail analytics. നമ്മുടെ റോബോ ടാക്സി ഒക്കെ ഇല്ലേ, വെയ്മോ റോബോ ടാക്സി, ഡ്രൈവർലെസ് ടാക്സീസ് ഇല്ലേ, സോ അതിലൊക്കെ ഇതിൻ്റെ യൂസ് കേസ് ഉണ്ട്. ആ റിയൽ ടൈം ഡിറ്റക്ഷന് വേണ്ടിയിട്ട് റോഡ് ട്രാക്ക് ചെയ്യാനും അതിനനുസരിച്ചിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ. V9 ആക്ച്വലി പോപ്പുലർ ആയിരുന്നു. യൂസ് ജനറലൈസ്ഡ് എഫിഷ്യൻറ്റ് ലെയർ അഗ്രഗേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ ടു ഇംപ്രൂവ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആൻഡ് ഗ്രേഡിയൻ ഫ്ലോ. സോ അവിടെ പ്രീ പ്രോസസ്സിങ്ങിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വർക്ക് വന്നായിരുന്നു. ഒപ്റ്റിമൈസസ് ദ പാത്ത് അഗ്രിഗേഷൻ നെറ്റ്വർക്ക് ഫോർ ബെറ്റർ ഫീച്ചർ ഫ്യൂഷൻ അക്രോസ് സ്കെയിൽസ്. ദെൻ പിന്നെ പോപ്പുലറായിട്ട് വരുന്നത് ഇതേപോലത്തെ ഒരു മോഡലും കൂടെ ഉണ്ട്, യോളോ V10 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഏകദേശം ഈക്വലി ഒരു പെർഫോമൻസ് വരുന്നതാണ് മെറ്റയുടെ സാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു മോഡലുണ്ട്, SAM എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇത് ഏകദേശം ഒരേപോലെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഡിറ്റക്ഷനും കാര്യങ്ങളും. ദെൻ യോളോ V11 ആണ് പിന്നീട് വന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള മോഡൽ. യോളോ V11 ഷിഫ്റ്റ്സ് ഫ്രം പ്യുവർലി CNN ബേസ്ഡ് ആർക്കിടെക്ചർ ടു ട്രാൻസ്ഫോമർ ബേസ്ഡ് ബാക്ക് ബോൺ. സോ CNN എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമേജ് ഓറിയൻറ്റഡിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളും ഒരു മീഡിയം ലെവൽ വരെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ട്രാൻസ്ഫോമർ ബേസ്ഡ് വരുമ്പോൾ ട്രാൻസ്ഫോമർ ആ ഒരു ആർക്കിടെക്ചർ കൂടുതലും ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ട്രെയിൻ ചെയ്തായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ഫോമർ ബേസ്ഡ് ബാക്ക് ബോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ പ്രൊഡിക്ഷൻസ് അവിടെ കിട്ടും. ലാർജ് ഡാറ്റ സെറ്റ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ പ്രൊഡിക്ഷൻസ് ആയിരിക്കും അവിടെ കിട്ടുക. ആൻഡ് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ഡൈനാമിക് ഹെഡ് ഡിസൈൻ, ഒരു ഡ്യുവൽ ഹെഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പറഞ്ഞായിരുന്നു. ആ ലാംഗ്വേജസിൻ്റെ ആയാലും അതിൻ്റെ ഒരു കേസിൽ ഡ്യുവൽ ഹെഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. സോ ഇംപ്രൂവിങ് അക്യുറസി വിത്ത് ഫ്യുവർ പാരാമീറ്റേഴ്സ്. കുറച്ച് പാരാമീറ്റേഴ്സ് ഉള്ളൂ എങ്കിലും ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആയിരിക്കും ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ, പക്ഷേ കമ്പ്യൂട്ടേഷൻ കുറച്ച് കൂടുതലായിരിക്കും. And it supports tasks such as object detection, segmentation, classification, key point detection. Key point എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹാൻഡിൻ്റെ ലാൻഡ് മാർക്സ് ഒക്കെ ഇല്ലേ, ഹാൻഡിൻ്റെ ലാൻഡ് മാർക്സ് ഇന്നലെ കാണിച്ചു തന്നെ ഞാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ, ബോഡി ലാൻഡ് മാർക്സ്. അത് കാണിച്ചു തന്നിട്ടുണ്ടായോ? ഈ ലാൻഡ് മാർക്സും ഇപ്പോൾ ഫേസിൻ്റെ ഒരു മെഷീനിട്ട് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ആർക്കിടെക്ചറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുക. ദെൻ ദ ഡൈനാമിക് ഹെഡ് ഡിസൈൻ, സെഗ്മെൻറ്റേഷൻ, ക്ലാസിഫിക്കേഷൻ, കീ പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് ഓറിയൻറ്റഡ് ബൗണ്ടിങ് ബോക്സ് ഡിറ്റക്ഷൻ. ബൗണ്ടിങ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ
ബൗണ്ടിങ് ചെയ്യുന്നില്ലേ, അതാണ്. ആൻഡ് ദ ഡൈനാമിക് ഹെഡ് ഡിസൈൻ അഡാപ്റ്റ്സ് ബേസ്ഡ് ഓൺ ഇമേജ് കോംപ്ലക്സിറ്റി ആൻഡ് ഒപ്റ്റിമൈസസ് റിസോഴ്സ് അലോക്കേഷൻ. ആൻഡ് ഇതിന് റിയൽ ടൈമിൽ അങ്ങനെ വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് അതിൻ്റെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം. ആൻഡ് ഇമേജ് കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഹെഡ് ഡിസൈൻ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ദെൻ എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ നോൺ മാക്സിമം സപ്രഷൻ. നോൺ മാക്സിമം സപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാ സെറ്റിൽ ഒരേപോലത്തെ ഇമേജസ് ഉണ്ടാവില്ലേ, ഡിറ്റക്ഷൻ ഒരേപോലെ വരുന്നത്. ഇപ്പോൾ യൂണീക്കായിട്ടുള്ള അതല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് വരും. അപ്പോൾ അതിൽ ആ യൂണീക്കായിട്ടുള്ള മാത്രം ഒരെണ്ണം എടുക്കാനുള്ള നോൺ മാക്സിമം സപ്രഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ആൻഡ് റെഡ്യൂസസ് ഇൻഫറൻസ് ടൈം. യൂസസ് ഡ്യുവൽ ലേബൽ അസൈൻമെൻറ്റ് ടു ഇംപ്രൂവ് ഡിറ്റക്ഷൻ ഇൻ ഓവർലാപ്പിംഗ് ആൻഡ് ഡെൻസ്ലി പാക്ഡ് ഒബ്ജക്ട്സ്. ആൻഡ് YOLO V11 ഔട്ട്പെർഫോംസ് പ്രീവിയസ് വേർഷൻസ് ഇൻ സ്പീഡ് ആൻഡ് അക്യുറസി ഓൺ കൊക്കോ ഡാറ്റ സെറ്റ്. ഇത് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റാണ് കൊക്കോ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് പ്രോസസ് അറ്റ് 16 FPS, 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് വീഡിയോൻ്റെ ഒരു ഫ്രെയിം റേറ്റ് വിത്ത് എ മീൻ ആവറേജ് പ്രിസിഷൻ. ഇത് നമ്മൾ മെട്രിക്സ് ഇവാലുവേഷൻ മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്നതാണ് MAP എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് 61.5% ആൻഡ് ഫ്യൂവർ പാരാമീറ്റേഴ്സ് മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ എ റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ്. ഇത് ഹയർ ആണെന്നുണ്ടെങ്കിൽ എത്ര പ്രിസിഷൻ വരുന്നുണ്ടെന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ഫ്യൂവർ പാരാമീറ്റേഴ്സ് മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ എ റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ്. It utilizes a Betternic and backbone architecture, enhancing feature extraction capabilities for more precise object detection. YOLO V11 also expanded object detection use cases, particularly for dense scenes and complex environments. അപ്പോൾ നേരത്തെ യൂസ് ചെയ്തതിനെക്കാട്ടിലും ഒരു ബെറ്റർ ഫ്രെയിം റേറ്റ്സിലും ആൻഡ് ഹയർ വീഡിയോ ലെങ്ത്തിലും ഒക്കെ ഇതിന് റിയൽ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളതായിരുന്നു. ആദ്യം ഒരു ബെറ്റർ അപ്ഡേറ്റ് വന്നത് YOLO V8 സ്റ്റിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബെറ്റർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ YOLO 11 ആണ് വന്നത്. അപ്പോൾ അതിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനും സെഗ്മെൻറ്റേഷനും റിയൽ ടൈം ഡിറ്റക്ഷനും ഒക്കെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നടന്നായിരുന്നു. കമ്പാരിറ്റീവ്ലി ഈ V8ഉം V11 ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പുതിയ മോഡൽസിനെക്കാട്ടിലും. അത് കുറേയൊക്കെ ആ ഒരു മോഡൽസിനുള്ള ആ ഒരു YOLOൻ്റെ വേർഷൻ ഓഫ് ആ ലേബൽസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കുറേ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. 12, 30 മാക്സിമം. പിന്നെ വേർഷൻസ് വരുന്നുണ്ട്, പക്ഷേ സ്റ്റേബിളായിട്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ YOLO V26 എന്ന് പറഞ്ഞിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, NS എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് ഈ പാരാമീറ്റേഴ്സും കമ്പ്യൂട്ടേഷനും ഒക്കെ വരുന്ന ടൈപ്പാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂവർ പാരാമീറ്റേഴ്സ് ആയിരിക്കും, ബെറ്റർ പ്രൊഡിക്ഷൻസ് ഉണ്ടാവും. S എന്ന് പറഞ്ഞിട്ട് ഒരു സ്മോൾ എന്നുള്ള ടൈപ്പാണ്. പിന്നെ L സംതിങ് അങ്ങനെ ഒരു 2-3 വേർഷൻസ് ഉണ്ട്. സോ നമ്മൾ മോഡൽ YOLO എന്ന് പറഞ്ഞിട്ട് ലോഡ് ചെയ്യിക്കുമ്പോൾ അങ്ങനെ കൊടുത്താണ് ലോഡ് ചെയ്യിക്കുക. എനിക്കിതിൽ ആ ഒരു സപ്പോർട്ടർ വേർഷൻ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇന്നലെ റൺ ചെയ്യിച്ചപ്പോൾ. കറക്റ്റ് ചെയ്തിട്ട് നോക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു നോർമൽ ഫോർമാറ്റാണ്. ആദ്യം പിപ്പ് ഇൻസ്റ്റാൾ അൾട്രാലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഈ ലൈബ്രറിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ പൈടോർച്ച് ബേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ നേരത്തെ ടെൻസർഫ്ലോ ആണ് ചെയ്തത്, ഇവിടെ പൈടോർച്ച് ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് സിംപ്ലിഫൈസ് ട്രെയിനിങ്, ഫൈൻ ട്യൂണിങ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് YOLO മോഡൽസ്. സോ ഫ്രം അൾട്രാലിറ്റിക്സ് ഇമ്പോർട്ട് YOLO, ഈ ഒരു ലൈബ്രറിയിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത് YOLO എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ട് YOLO V8 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ആണെങ്കിൽ PT എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ റിസൾട്ട് ഈക്വൽ ടു model.image.jpg എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുക. ഒരു സിമ്പിൾ കോളിങ് മാത്രമാണ്. ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഇതിന്ന് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ്. ദെൻ ഡിറ്റക്ഷൻ, PyTorch based object detection framework developed by OpenMM Lab. If you want more customization, then it is a solid choice. It is a modular and great for large scale training. ആൻഡ് ONNX എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ എന്ന് പറയും. നമുക്ക് ഇത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഹെവി ആയിട്ടുള്ള മോഡൽസ് ആണ് വരിക. സോ അതിനെ ക്വാണ്ടൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്യില്ലേ, ലൈക്ക് കംപ്രഷനൊക്കെ ചെയ്യില്ലേ,
കംപ്രസ് ചെയ്യാനാണ് ഇമേജ് ഒക്കെ ആണോ? ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഇഫ് യു നീഡ് ടു റൺ യോളോ മോഡൽസ് ഓൺ ഡിഫറെൻറ്റ് ഹാർഡ്വെയർ. അപ്പോൾ ഇത് CPU അല്ലെങ്കിൽ GPU അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ മാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ONNX റൺ ടൈം എന്ന് പറയുന്നത്. ഹെൽപ്സ് യു കൺവേർട്ട് യുവർ മോഡൽ സോ ഇറ്റ് ക്യാൻ റൺ ഓൺ CPUs, GPUs ഓർ ഇവൺ ഓൺ AI ചിപ്സ്. സോ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സിൽ അത് ബെറ്റർ ആയിട്ട് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ONNX റൺ ടൈം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇതിൽ ബിൽഡ് ചെയ്തു, ആ ബിൽഡ് ചെയ്തത് വേറെ എവിടെയെങ്കിലും കൊണ്ട് റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിമൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അടുത്ത ആ ഒരു എൻവയോൺമെൻറ്റിലും കൂടി റൺ ചെയ്യിക്കാനുള്ള പോലെ കൺവേർട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ ആ റിസൾട്ടായിരിക്കും YOLO v8.ONNX എന്ന് പറഞ്ഞിട്ട് ആ മോഡൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അത് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് ഇത് റൺ ചെയ്യിക്കാൻ പറ്റും. ദെൻ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ടൂൾസ്. ഇത് ക്ലിയർ ആയോ? അതായത് നമ്മൾ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഒരു സംഭവം ബിൽഡ് ചെയ്തിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും മാക് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എൻവയോൺമെൻറ്റിൽ GPUലോ അല്ലെങ്കിൽ CPUലോ കൊളാബിലോ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ടോട്ടലായിട്ട് സേവ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അതിൻ്റെ വർക്ക്സ് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം തൊട്ടത് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ അത് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ONNX എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ക്വാണ്ടൈസേഷൻ എന്ന് പറയും. ആ ഒരു ലൈക്ക് ഒരു കംപ്രസ്ഡ് മോഡലാണ് അത് വർക്ക് ചെയ്യുക. ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് അത് സേവ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും. ആ ഒരു ഇത് റൺ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ചേഞ്ച് വരുത്തിയേക്കണം അത് ടോട്ടലി. So if you are using an NVIDIA GPU, TensorRT is a must. It significantly reduces YOLO's latency. Latency എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പീഡാണ്. എനിക്കിപ്പോൾ ഇന്നലെ റൺ ചെയ്യിച്ചപ്പോൾ 1 hourൻ്റെ അടുത്ത് വന്നു 50 FPS. അപ്പോൾ അത് GPUലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഞാൻ ഇതിൽ MPS എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിൽ റൺ ചെയ്യിച്ചപ്പോൾ ഒരുപാട് ഇമേജസ് ഉള്ളതുകൊണ്ട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ OpenVINO. When using Intel's hardware, OpenVINO helps in optimizing the model for CPUs and edge applications. It also reduces latency and power consumption. നമുക്ക് ഈ ഹെവി ഡാറ്റ സെറ്റ്സ് വരുമ്പോൾ കുറച്ചുകൂടി ഈ GPUയിൽ റൺ ചെയ്യിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചാർജ് പറഞ്ഞു. ഞാനിപ്പോൾ റൺ ചെയ്യിക്കാട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എറർ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ എപ്പോൾ കൊടുക്കില്ലേ സ്റ്റെപ്സ് കൊടുക്കണം. അല്ല, നമ്മളിപ്പോൾ എപ്പോച്ചായിട്ട് ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തായിരുന്നില്ലേ, ഓരോന്നിലും എത്ര ലോസ് ഉണ്ട് എത്ര അക്യുറസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലത്തെ പ്രോസസ്സ് അതിലത്തെ ഇവിടെ ഉണ്ട്. ഇപ്പം ഞാനത് കുറേ നേരം ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു 8 എപ്പോച്ച് മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കിട്ടും, പക്ഷെ ഇതിൽ നല്ല ടൈം എടുക്കേണ്ട. ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു, നല്ല പെട്ടെന്ന് ഇറങ്ങും, ഹീറ്റാവുകയൊക്കെ ചെയ്യും. സോ MAP എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിലിപ്പോൾ 82788480 അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഓരോന്നിനും. ഇവിടെ നോക്കിയാൽ മതി. നമ്മളാ മെട്രിക്സുകൾ ചെക്ക് ചെയ്യില്ലേ, കൺഫ്യൂഷൻ മെട്രിക്സ്, അതേപോലെ ഓരോന്നിനും എത്രണ്ണം റൺ ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മിക്സ്ഡ് ആയിട്ടാണ് റൺ ചെയ്യുക ആക്ച്വലി. ഇപ്പോൾ ഈ ഗ്ലോവ്, ഹെൽമെറ്റ്, പാൻസ്, വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഇല്ലേ, ഇതിൽ മിക്സ്ഡ് ആയിട്ടാണ് റൺ ചെയ്യിക്കുക. സോ MAP 5295 കുറച്ചുകൂടിയും ബെറ്ററായിട്ട് എപ്പോഴും കൂട്ടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ ഒരു എറർ ഉണ്ടായിരുന്നു ആ മോഡലിൻ്റെ, ഇത് കറക്റ്റ് ചെയ്യണം. അത് എറർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാനെടുത്ത ഡാറ്റ സെറ്റിൻ്റെ ഒരു വേർഷനല്ല ഞാൻ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ വരുന്നത് ഇതെല്ലാം കൂടി റൺ ചെയ്യിച്ചിട്ട് ഇനി ഒരു സെക്ഷൻ ഉള്ളത് ഇത് റിയൽ ടൈം വീഡിയോയിലും ഇതിലൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. ഞാനുള്ളവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം കൂടി കാണിച്ചു തരാം. സോ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് കൺസ്ട്രക്ഷൻ, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്നാണ്
റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്, കൺസ്ട്രക്ഷൻ സേഫ്റ്റി, മാനുഫാക്ചറിങ്, അഗ്രികൾച്ചർ, ഡ്രോൺ സർവൈലൻസ്, റീറ്റെയിൽ, ഓട്ടോണമസ് വെഹിക്കിൾസ്, മെഡിക്കൽ ഇമേജിങ്, വൈൽഡ് ലൈഫ് മോണിറ്ററിങ്, കുറേ ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. റിയൽ ടൈം ആ യോളോ V11 ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഡാറ്റാസ് പ്രോസസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ആ ഒരു എക്സാമ്പിൾസ് കാണിച്ചപ്പോൾ ആ ഒരു വെഹിക്കിൾസിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് സർവൈലൻസിന് ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ ഡാറ്റാ സെന്റേഴ്സ് ഒക്കെ വേണ്ടി വരും. അത്രയും വേണ്ടി വരും. പിന്നെ അതിൻ്റേതായിട്ടുള്ള കമ്പ്യൂട്ടേഷനും വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ ഓൺ സിസ്റ്റത്തിൽ റൺ ചെയ്യിക്കാൻ പറ്റുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ നല്ല GPU കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ഫ്രെയിംസ് പ്രോസസ്സ് ചെയ്യണ്ടേ റിയൽ ടൈമിൽ. ഇപ്പോൾ നമുക്ക് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വീഡിയോ ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും. പക്ഷെ GPU കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അതേപോലെ ബെറ്റർ GPUs അവിടെ കൊടുക്കുകയാണ്, റിയൽ ടൈമിൽ റൺ ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. കാരണം അത്രയും ഫാസ്റ്റ് ആവില്ലേ. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലിട്ട് റൺ ചെയ്യിക്കുന്നത് ഒരു ഹെവി സെറ്റപ്പിൽ റൺ ചെയ്യിക്കുന്നത് നല്ല വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത്രയും ഹൈ എൻഡ് സിസ്റ്റം ആയിരിക്കണം GPU ഇതൊക്കെ. സോ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും നമ്മൾ റൺ ചെയ്യിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ക്വാണ്ടൈസേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പിൽ മോഡൽസ്, ഈ ഒരു പൈടോർച്ചിൻ്റെ മോഡൽസും അല്ലെങ്കിൽ ONNX മോഡൽസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹഗ്ഗിങ് ഫേസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ മോഡൽസ് ഉണ്ടാവും. ഹഗ്ഗിങ് ഫേസ് മോഡൽസ് പറഞ്ഞിട്ട് ഇവിടെ ONNX മോഡൽസും ഉണ്ടാവും. ഇതിപ്പോൾ LLM മോഡൽസിൻ്റെതാണ് പൈടോർച്ച്. ഇവിടെ നമ്മൾ ഓരോ ഇതിനും യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ തന്നെ ONNX മോഡൽസ് ഉണ്ടാവും. അതുകൊണ്ടോ ONNX int 4, int 8, int 60 എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ക്വാണ്ടൈസേഷൻ മെത്തേഡ്സ് ഉണ്ടാവും. ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ഡിഫറെൻറ്റ് ആർക്കിടെക്ചേഴ്സിൽ റൺ ചെയ്യാൻ, ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു മോഡൽസും ഉണ്ടാവും. ബേസ് പൈടോർച്ച് മോഡൽസ് ഉണ്ടാവും. പൈടോർച്ച് മോഡൽസ് കുറച്ചുകൂടി ഹെവിയാണ്, സൈസ് ഹെവി ആയിരിക്കും. ഇപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈടോർച്ചിൽ ഒരു 1.5 GB 2 GB ഒക്കെ ഉള്ള മോഡലാണെന്ന് വയ്ക്കുക. ക്വാണ്ടൈസേഷനിൽ അതൊരു 300 MB ഒക്കെ ഉണ്ടാവുള്ളൂ. സ്റ്റിൽ മറ്റേതിൻ്റെ പെർഫോമൻസ് തന്നെ അത് തരുകയും ചെയ്യും. ഓക്കെ. ആൻഡ് ONNXൻ്റെയും ഹെവി മോഡൽസ് ഉണ്ട്. നമുക്ക് സെയിം പെർഫോമൻസ് അവിടെ കിട്ടാറുണ്ട്. സോ ഈ ഹഗ്ഗിങ് ഫേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് പോയി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് ഓപ്പൺ സോഴ്സ് മോഡൽസൊക്കെ എടുക്കാൻ പറ്റും. മോഡൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, ഹഗ്ഗിങ് ഫേസിൻ്റെ API യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോജക്റ്റിൽ യൂസ് ചെയ്യാന്നൊക്കെ ഉണ്ടാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ. ഇതിലിപ്പോൾ കുറേ LLM മോഡൽസൊക്കെ ഉണ്ട്. LLM മോഡൽസ്, പിന്നെ എൻകോഡിങ്ങിൻ്റെ മോഡൽസ്. എൻകോഡിങ്ങിൻ്റെ നമ്മൾ ന്യൂമറിക്കായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നില്ലേ, മിനി LLM V6. LLM I think V6 is better. Vanilla KD pre-train Queen. മിനി LLM L6 V2 എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള എംബഡിങ് മോഡൽസ് ആണ്. NLP ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്താലും മതി എൻകോഡിങ്ങിന്. എൻകോഡിങ് അല്ല, എംബഡിങ്ങിന്. നമ്മളാര് കിങ് ക്യൂന് എന്നൊക്കെ പറഞ്ഞിട്ട് 512 ഡയമെൻഷനിലൊക്കെ കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ലാർജ് സ്കെയിലിൽ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്താൽ മതി. ഈ കുറേ ഓപ്പൺ സോഴ്സ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ടാവും. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ APIs യൂസ് ചെയ്തിട്ട്, APIs യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ലോഗിൻ ചെയ്തിട്ടില്ല ഒന്നും. അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് API ടോക്കണൊക്കെ സെറ്റ് ചെയ്യാനുള്ളതുണ്ടാവും സെറ്റിങ്സിൽ. എന്നിട്ട് അത്
API യൂസ് ചെയ്യാൻ അത്ര അതില്ല. ചില മോഡൽസ് അങ്ങനെ റെസ്ട്രിക്ഷൻസ് വരും, ലിമിറ്റേഷൻസ് വരും. അപ്പോഴാണ് ഒരു ഹഗ്ഗിങ് ഫേസ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽസും യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. ഇപ്പോൾ OpenAIയുടെ GPTOS 120 ബില്യൺ മോഡൽ വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്തെടുക്കാം ഈ ഒരു ഹഗ്ഗിങ് ഫേസ് API യൂസ് ചെയ്തിട്ട്. അതേപോലെ ഒരുപാട് മോഡൽസ് ഉണ്ട്. മിനിമാക്സിൻ്റെ അല്ലെങ്കിൽ DeepSeekൻ്റെ ഒക്കെ ഫ്രീ ആണ്. ഇപ്പോൾ OCR റൺ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ LLM മോഡൽസ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും നമുക്ക്. ഇന്നലെ ചെയ്ത OCR DeepSeekൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് ഈ ഒരു DeepSeek OCR ഒക്കെ. അതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക, ഓരോ പ്രൊജക്റ്റിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അത് ഒരു കമ്മ്യൂണിറ്റി പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഹോസ്റ്റ് ഗിറ്റ് ബേസ്ഡ് മോഡൽസ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ദെൻ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്, എങ്ങനെയാണ് ഡീപ്ലോയ് ചെയ്യുക എന്നുള്ളത് ഇത് വെച്ചിട്ട്. പിന്നെ ടോക്കണൈസേഴ്സൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇമേജ് ജനറേഷന് വേണ്ടിയിട്ട് ഡിഫ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് നോക്കുക. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജ് എടുക്കുന്നു, അതിൻ്റെ ബൗണ്ടിങ് ബോക്സസ് ചെയ്യുന്നു, ദെൻ ക്ലാസ് നെയിംസ് ഡിറ്റക്ട് ചെയ്യുന്നു, അതിൻ്റെ കോൺഫിഡൻസ് സ്കോർ. OCRൽ ചെയ്ത ആ ഒരു മെത്തേഡ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ബട്ട് കുറച്ചുകൂടി പ്രീ ട്രെയിൻഡ് ആയിട്ട് അതിന് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻസ്. ദെൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ സെറ്റ് കളക്ട് ചെയ്യുന്നു. ഇൻ കേസ് നമുക്ക് അവിടെ അനോട്ടേറ്റ് ചെയ്തിട്ടുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനോട്ടേറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു ഇമേജസ്. ഇതിൽ ലേബൽസ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യേണ്ടാത്തത്. ഇപ്പോൾ റോബോഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മോഡൽസ് ഉണ്ടാവും. യോളോൻ്റെ ആ ഒരു ടൈപ്പ് മോഡൽസ് കുറേ ഉണ്ടാവും, ഡാറ്റ സെറ്റ്സ്. ഈ ലേബിൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ സെറ്റ് ഇതിവിടെ കണ്ടില്ലേ, എനർജി യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് മറ്റേ ടാഗുള്ള പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ വലിയ സൈസ് ആയിക്കോളൂ. വലിയ സൈസ് മീൻസ് അത്യാവശ്യം എനിക്ക് ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് എത്രയായിരുന്നു, ഒരു 200 MB അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ്സ് ഉണ്ടാവും. ഓൾറെഡി ഈ യോളോൻ്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലേബൽ ചെയ്ത കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കിട്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ പോയി നോക്കിയാൽ മതി. റോബോഫ്ലോ പിന്നെ കാഗിളിലും ഉണ്ടാവും. കാഗിളിൽ ചിലപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് ലേബൽസൊക്കെ കോഡ്സും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കുറേ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ റിയൽ ടൈം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിസ്റ്റത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തൽക്കാലം പഠിക്കാൻ വേണ്ടിയിട്ട് സിന്തറ്റിക് ഡാറ്റ ജനറേറ്റ് ചെയ്യുക. ചിലർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ ഡിറ്റക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ ഇതിൻ്റെ ആ ഒരു ഡാറ്റ സെറ്റിൻ്റെ ഫോർമാറ്റ് ഇതൊക്കെ കൊടുത്തിട്ട് അതേപോലത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാണ്. ഇന്നലെ എങ്ങാണ്ട് ലിങ്ക്ഡിനിൽ കണ്ടായിരുന്നു ഒരാൾ ഈ റോഡ് കണ്ടീഷൻ ഡിറ്റക്റ്റ് ചെയ്യില്ലേ, ഇപ്പോൾ പോത്തോൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഈ വ്രക്കേജ് ഒക്കെ ഉണ്ടാവില്ലേ റോഡിൽ. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ടെസ്റ്റ് ചെയ്തത് ഒരു AI ജനറേറ്റഡ് വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ഇത്ര ലെങ്ത്തുള്ള ഒരു വീഡിയോ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ ഇത് വരുമ്പോൾ ഒക്കെ ബോക്സ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ ബോക്സ് ചെയ്തിട്ട് കാണിക്കണം. അങ്ങനെയും ചെയ്യാം. ഇനി ഡാറ്റ ഇല്ല എന്താ അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഫോർമാറ്റ്
ഫോർമാറ്റിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ റോബോഫ്ലോയിൽ ഈ ഒരു ടൈപ്പിൽ ലേബൽസ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും, ഇമേജസും അതിൻ്റെ ലേബൽസും. സോ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് യോളോൻ്റെ അങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ലേബൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേ ലേബൽസിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഇമേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ വരുന്നത്. ആ സെൻറ്റർ എവിടെയാണ്, എക്സ് എവിടെയാണ് വരുന്നത്, വൈ എവിടെയാണ് വരുന്നത്, ഹൈറ്റ് വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കണം. സോ ആ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നോർമലി വർക്ക് ചെയ്യുക, ലേബൽസും കൂടി കമ്പൈൻ ചെയ്തിട്ട്. പിന്നെ പുതിയ ഡാറ്റ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ടോട്ടലി അതിനെ ട്രെയിൻ ചെയ്യിച്ചു. ഇത് ആക്ച്വലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ തന്നെയാണ് വർക്ക് ചെയ്യണത്. ആ CNN-ൻ്റെ പാക്കേജ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ പാക്കേജ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അതേപോലെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ലേൺ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. സോ ഈ ലേബൽസ് യൂസ് ചെയ്യുന്ന അതിനാണ്. ലേബൽസും പിന്നെന്താണ് ആ ഒരു ആക്ച്വലി ന്യൂറൽ നെറ്റ്വർക്സിൽ അതിൻ്റെ പാറ്റേൺസ് അത് ലേൺ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ ഒരു ഇമേജസും അതിൻ്റെ ലേബൽസും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ലേണിങ്സ് എടുക്കും. ലേണിങ്സ് എടുത്തിട്ടാണ് പിന്നീട് അത് കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഇമേജും വീഡിയോയും ഉണ്ടോയെന്ന് തോന്നുന്നു. സോ ക്രിയേറ്റ് ലേബൽസ് ആൻഡ് ക്രിയേറ്റ് എന്താ പിന്നെ വേണ്ട ഒരു ഫയൽ എന്ന് പറയുന്നത് ഈ ഡാറ്റ ഡോട്ട് YAML ഫയൽ എന്നാണ്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും എയുടെ പ്രൊജക്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഒരു YAML അല്ലെങ്കിൽ YAML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് കൊടുക്കുന്ന അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ട്രെയിൻ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാത്ത് സെറ്റ് ചെയ്തായിരുന്നില്ലേ ഓപ്പൺ സിയിലൊക്കെ, അതേപോലെ ആദ്യം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്പേഴ്സ് ഓഫ് ഇതിൻ്റെ എത്ര ലേബൽസ് വരുന്നുണ്ട് എന്നുള്ള ഇതാണ്. ഇപ്പോൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് ഗ്ലോവ്, ഹെൽമെറ്റ്, പാൻസ്, വെസ്റ്റ്. സോ ഇതും നമ്മൾ കോഡിൽ യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവും. കോഡിൽ യൂസ് ചെയ്യുന്നത് മോഡൽ ഇൻഫോ, സമ്മറി, സോ ആ കോഡിൽ ഈ ഒരു ലേബൽസ് ചെക്ക് ചെയ്യും. മിസ്സിങ് ലേബൽസ്, ലേബൽ നെയിംസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ലേബൽസ് മിസ്സിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്ത ഒരു എടുത്ത മോഡൽസും അവിടെ YAML ഫയലിൽ ഡിഫൈൻ ചെയ്ത മോഡൽസും ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിവിടെ 4 എണ്ണമാണ് കൊടുക്കുന്നത്, 0, 1, 2, 3. പക്ഷെ ഞാനിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തപ്പോൾ മൊത്തത്തിൽ 4 എണ്ണോ 5 എണ്ണോ ഒക്കെ വന്നു. സോ അത് മിസ്മാച്ച് ചെയ്യുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മോഡൽ ഇവിടെ തന്നെ എറർ കാണിക്കും. ഇൻ കേസ് അങ്ങനെ വരികയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇമേജ് നെയിംസ് ഈക്വൽ ടു ഇമേജ് ഡോട്ട് സ്റ്റെം ഫോർ ഇമേജ് ഇൻ ട്രെയിൻ ഇമേജസ്. ആൻഡ് ഈ ട്രെയിൻ ഇമേജസും ലേബൽസും എല്ലാത്തിൻ്റെ ഉണ്ടോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലേബൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, അത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് രണ്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് മിസ്സിങ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് റീഡ്മി റോബോഫ്ലോ. ഇത് റോബോഫ്ലോൻ്റെ ടൈപ്പ് ആയതുകൊണ്ടാണ് അതിൽ നിന്ന് വന്നത്. അവർ ഓൾറെഡി സെറ്റ് അനോട്ടേറ്റ് ചെയ്ത് വെച്ച ഇമേജാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണ്. ദിസ് ഡാറ്റ സെറ്റ് വാസ് എക്സ്പോർട്ടഡ് വിയ roboflow.com on 2026. Collaborate with your organization and to find 100K organization. സോ ഇതിൽ 1644 ഇമേജസ് ആണ് ആൻഡ് അനോട്ടേറ്റഡ് ഇൻ YOLO 26 ഫോർമാറ്റ്. ഞാൻ ജസ്റ്റ് ആ ഒരു ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ എങ്ങനെ റൺ ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തോളൂ. പക്ഷേ അതിലൊരു എറർ വരുന്നുണ്ട്, ഞാൻ കറക്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ ഈ ഒരു ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് അത് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്തു എന്നുള്ളൂ, YOLO 26 എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മേ ബി അത് സപ്പോർട്ട് ബിൽഡ് ചെയ്ത് വെച്ചേക്കണ YOLO V8-ലോ 11-ലോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇഷ്യൂ ആയിരിക്കും. ആ ഒരു മോഡൽ അനോട്ടേഷന് ചെയ്യുമ്പോൾ അനോട്ടേഷൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് റൺ ചെയ്യിക്കുമ്പോൾ ആ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. 26-ൻ്റെ ഫോർമാറ്റിലല്ല അത് കിടക്കുന്നത്. സോ അതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്, അതിൻ്റെ പൈപ്പ് ലൈൻ വരുന്നത് കളക്ട് ഡാറ്റ സെറ്റ്, അനോട്ടേറ്റ് ഇമേജസ്, ക്രിയേറ്റ് ലേബിൾസ്. ഈ ലേബിൾസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇമേജസ് ഇവിടെ ഉണ്ട്, ആ ഇമേജസിനെ അനോട്ടേറ്റ് ചെയ്തിട്ട് ലേബിൾസ് ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു ഡീറ്റെയിൽസ് അതിലുള്ളത് ഈ എവിടേക്കാണ് ആ ഒരു ബൗണ്ടിങ് ബോക്സസ് വരുന്നത്, അതിൻ്റെ സെൻറ്റർ എവിടെയാണ്, പൊസിഷൻസും ഇതൊക്കെയാണ് അതിൽ വരുന്നത് ആ ലേബിൾസിൽ. ആ ലേബിൾസും
ഇതിലുള്ള ഇമേജസും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഫൈൻഡിങ്സ് അത് ലേൺ ചെയ്യുന്നത്. ദെൻ ലോഡ് ഡാറ്റ സെറ്റ്, ആ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യുക. ദെൻ ലോഡ് പ്രീ ട്രെയിൻഡ് യോളോ. പ്രീ ട്രെയിൻഡ് യോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് വേർഷൻസ് കണ്ടില്ലേ, യോളോ 1 തൊട്ടിട്ട് 12, അതിൻ്റെ പുതിയ വേർഷൻ എന്ന് പറയുന്നത് 26 വരെയൊക്കെയാണ്. അപ്പോൾ സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുന്നത് V8ഉം 11ഉം ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഏതാണോ ആ ഒരു ഡാറ്റ സെറ്റിൻ്റെ ഫോർമാറ്റ്, അത് യോളോയ്ക്ക് പ്രത്യേകം വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ അതേതാണോ വേർഷൻ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 60 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യോളോ V11 തന്നെ എടുക്കണം. അതിൻ്റെ കൂടെ ഈ ഡാറ്റ സെറ്റിൻ്റെ യോളോൻ്റെ ഫോർമാറ്റും കൂടി നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിലും ചെയ്യാം, പക്ഷേ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, വർക്ക് ചെയ്യും, പക്ഷേ ഒരു ലേറ്റൻസി കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ദെൻ ലോഡ് പ്രീ ട്രെയിൻഡ് യോളോ. ഈ യോളോ എന്ന് പറയുന്നത് അതിൻ്റെ ആർക്കിടെക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് CNN ബാക്ക്ഡ് ആണ്, അല്ലെങ്കിൽ V11 എന്നൊക്കെ പറയുമ്പോൾ ട്രാൻസ്ഫോമർ ബാക്ക്ഡ് ആണ്. V11 V2 ട്രാൻസ്ഫോമർ ബാക്ക്ഡ് ആണ്. അപ്പോൾ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് അവിടെ കിട്ടും. സോ അത് വെച്ചിട്ട് ആ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുക. ഈ മോഡൽ ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ലേണിങ്സും കാര്യങ്ങളൊക്കെ ഏതാണോ ആർക്കിടെക്ചർ അതിനനുസരിച്ചിട്ട് ആ ഒരു യോളോൻ്റെ മോഡൽ ലേൺ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിന്ന് ഫൈൻഡിങ്സ് എടുക്കും, അതിൻ്റേതായിട്ടുള്ള ലേണിങ്സ് എടുക്കും. ആക്ച്വലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ തന്നെയാണ് ഈ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൂ. ഇതിൻ്റെ ക്യാപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് ലേൺ ചെയ്യുന്നത്. ദെൻ ട്രെയിൻ മോഡൽ, വാലിഡേറ്റ്, ടെക്സ്റ്റ്, പ്രെഡിക്റ്റ്, ഡിപ്ലോയ്. ഓക്കെ, നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ അവിടെ സ്ക്രാച്ചിൽ നിന്ന് ഓരോ ലെയർ ഇൻപുട്ട്, എത്ര ഹിഡൻ ലെയേഴ്സ് ഇതൊക്കെ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വരികയായിരുന്നു. ഇവിടെ വരുമ്പോൾ ഓൾറെഡി അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അൾട്രാലിറ്റിക്സിൻ്റെ യോളോയിൽ ഒരു പാർട്ടുണ്ട്. ആ പാർട്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ആ ഒരു ക്യാപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ സെറ്റിൽ ലേൺ ചെയ്യിപ്പിക്കുകയാണ്. ആ ലേൺ ചെയ്യിപ്പിക്കാൻ ഈ ഇമേജസും ലേബൽസും ഒക്കെ കൂടി യൂസ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള ആ ഒരു വാലിഡേഷനും ഇതൊക്കെ ന്യൂറൽ നെറ്റ്വർക്ക്സിലും ചെയ്തായിരുന്നില്ലേ, അതേപോലെ ടെസ്റ്റിങ്, വാലിഡേഷൻ, ഒരു ട്രെയിനിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റിങ്ങും വാലിഡേഷനും ഒക്കെ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ്. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇത് ചിലപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യും. ഇത് ഫോർമാറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് തൽക്കാലം എങ്ങനെയാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യണ്ട. എറർ എന്താണെന്ന് നോക്കിയിട്ട് മോഡലിന് മിസ്മാച്ച് ആണത്. അപ്പോൾ 26 ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ 11 എന്നൊക്കെ പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ ഫ്രം അൾട്രാലിറ്റിക്സ് ഇമ്പോർട്ട് യോളോ, ഇമ്പോർട്ട് ടോർച്ച്. PyTorch ബാക്ക് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ടോർച്ചിൻ്റെ കുറേ യൂസേജസ് വരുന്നത്. PyTorch ആണിത്. ദെൻ ഇമ്പോർട്ട് CV2, കമ്പ്യൂട്ടർ വിഷൻ, ഓപ്പൺ CVയിലൊക്കെ യൂസ് ചെയ്തത്. ദെൻ ഇമ്പോർട്ട് NumPy, SNP, ഇമ്പോർട്ട് Matplotlib, PyPlot as PLT വിഷ്വലൈസേഷന് വേണ്ടിയിട്ട്. ദെൻ Pathlib, ഇമ്പോർട്ട് പാത്ത്. നമ്മൾ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് Pathlib എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം യൂസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഹെവി ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇത് എടുക്കുന്നത്. ദെൻ ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് കൗണ്ടർ. കൗണ്ടർ എന്ന് പറയുന്നത് ഈ കൗണ്ട് ചെക്ക് ചെയ്യണ ഒരു സംഭവം, +1 +2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ വരുന്നൊരു തന്നെയാണ്. ദെൻ ഫ്രം അൾട്രാലിറ്റിക്സ്, ഇങ്ങനെയാണ് മോഡൽ ഇമ്പോർട്ട് ചെയ്യുക അൾട്രാലിറ്റിക്സ് നിന്ന്. ഫ്രം അൾട്രാലിറ്റിക്സ് ഇമ്പോർട്ട് യോളോ എന്ന് പറഞ്ഞിട്ട് ഈ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണം. തന്നെയാണ് ഇമ്പോർട്ട് ചെയ്തത്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അൾട്രാലിറ്റിക്സ് ഇമ്പോർട്ട് യോളോ. മോഡൽ ഈക്വൽ ടു എവിടെ നിന്നാണ് കോൾ ചെയ്യേണ്ടത്? യോളോ എന്ന്. ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് യോളോ എന്ന്. ഇൻ കേസ് ഇത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. യോളോ 26N എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ടൈപ്സ് ഉണ്ട്.
MIX എന്നൊക്കെ പറഞ്ഞിട്ട് 26N ബേസ് മോഡൽ ഫോർ ഡിറ്റക്ഷൻ. ഇതിൻ്റെ ആക്യുറസി എന്നൊക്കെ വ്യത്യാസം ഉണ്ടാവും. മീൻ അബ്സല്യൂട്ട് പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വാലിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നത്. സോ അത് ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ കമ്പ്യൂട്ടേഷനും അതിൽ കൂടും. ആൻഡ് പാരാമീറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ആക്ച്വൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ അത്രയും പാരാമീറ്റേഴ്സ് വരുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ അതിൻ്റെ N എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബേസ് മോഡൽ ഫോർ ഡിറ്റക്ഷൻ. അതിൻ്റെ മീൻ അബ്സല്യൂട്ട് പ്രിസിഷൻ വരുന്നത് വാലിഡേഷനിൽ 50 to 95 ആണ് വരിക. അതിൽ 40.9 ഒക്കെയാണ് വരുന്നത്. സ്പീഡ് CPU ONNX ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായി ക്വാണ്ടസൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ ലേറ്റൻസിയാണ് ഇത് കൊടുക്കുന്നത്. 0.7 millisecond ആണ് വരുന്നത്. പാരാമീറ്റേഴ്സ് 2.4 millions. ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആണ്. ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. സോ ഇത് ഹെവി ആവും തോറും ബെറ്റർ പ്രൊഡിക്ഷൻസ് അവിടെ വരും. ആൻഡ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് ആണ്, ഓരോന്നും ഉള്ള ചേഞ്ചസ് ആണ് വരുന്നത്, എത്ര ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത്. ദെൻ YOLO 26X എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലാർജർ മോഡൽ ഫോർ ഇംപ്രൂവ്ഡ് ആക്യുറസി. അബ്സല്യൂട്ട് പ്രിസിഷൻ 48.6 ആണ് വരുന്നത്. ദെൻ സ്പീഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് ഈ ഇത് കോൾ ചെയ്യണതിനനുസരിച്ചിട്ട് ഇപ്പോൾ ലോഡ് ചെയ്യാനും അതിൽ ട്രെയിൻ ചെയ്യാനും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഒരു 50 എപ്പോൾ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 1 hourൻ്റെ അടുത്ത് യൂസ് ചെയ്തു MPS എന്നുള്ളത്. ചിലപ്പോൾ വിൻഡോസിൽ ഇടുമ്പോൾ കുറച്ചുകൂടി കുറവായിരിക്കാം, CUDA സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. കാരണം PyTorch ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് CUDA സപ്പോർട്ടിലാണ്. അപ്പോൾ ആ സിസ്റ്റത്തിന് ആ ഒരു ഇതിൽ ഡിഫറൻസ് ഉണ്ടാവും. റൺ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ എത്ര വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 8 എപ്പോച്ചൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തത്. ദെൻ ലാർജർ മോഡൽസ് വരുന്നത് ഈ ഐയിലും പിന്നെ എക്സിലുമാണ്. ദ ലാർജസ്റ്റ് മോഡൽ വിത്ത് ദി ബെസ്റ്റ് പെർഫോമൻസ്. കീ ഫീച്ചേഴ്സ് ഓഫ് YOLO 26 മോഡൽസ്. end-to-end NMS ഫ്രീ ഇൻഫറൻസ്. ആ മൾട്ടിപ്പിൾ പ്രഡിക്ഷൻസ് ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഒരു എന്താ പറയുക റിഡൻഡൻസി ഇല്ലാണ്ട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ഒരെണ്ണം മാത്രം കളക്ട് ചെയ്യുക. സിംപ്ലിഫൈസ് ഡിപ്ലോയ്മെൻറ്റ് ബൈ എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ നോൺ മാക്സിമം സപ്രഷൻ. ഒപ്റ്റിമൈസ്ഡ് ഫോർ എഡ്ജ് ഡിവൈസസ് ഓൺ സിസ്റ്റത്തിൽ റണ്ണിങ്. ഡിസൈൻ ടു റൺ എഫിഷ്യൻ്റ്ലി ഓൺ ഡിവൈസസ് വിത്ത് ലിമിറ്റഡ് കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ്. സപ്പോർട്ട് ഫോർ മൾട്ടിപ്പിൾ ടാസ്ക്. capable of handling detection, instance segmentation, semantic segmentation, depth estimation. ഇത് ആ ഒരു റിയൽ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പാണ്. ഇപ്പോൾ ഇമേജ് ക്ലാസിഫിക്കേഷനും സെഗ്മെൻറ്റേഷനും ഒക്കെ ചെയ്യില്ലേ, അതേപോലത്തെ അതിൻ്റെ വേറെ ടൈപ്സാണ്. ഡെപ്ത് എസ്റ്റിമേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പോസ്റ്റ് എസ്റ്റിമേഷൻ. These variants allow users to choose a model that best fits their specific application requirements and hardware capabilities. നമുക്ക് കൊളാബിൽ GPU ആക്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും റൺ ചെയ്യിക്കുക ഈ YOLOൻ്റെ ഇതൊക്കെ. പിന്നെ ബെറ്റർ GPUs ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കണക്ട് ചെയ്തിട്ട് റൺ ചെയ്യിക്കാം. കുറേയൊക്കെ ഹെവി പ്രോസസ്സിങ് വരുന്നതാണ്. നമ്മുടെ ഡാറ്റാ സെറ്റും ഈ ഒരു മോഡലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ക്ലിയർ ആയോ ഇതിൻ്റെ ഡിഫറൻസസ്? സോ ഇത് YOLO V8നും ഉണ്ട് ആൻഡ് V11നും എല്ലാത്തിനും ഇങ്ങനെ ഉണ്ടാവും. .pt എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ടാവും ആ ലോഡ് ചെയ്യിക്കുമ്പോൾ ഇത്. സോ നമ്മൾ ലോഡ് ചെയ്യുന്ന YOLO 26N എന്നുള്ളതാണ്. മേ ബി ഞാൻ ചേഞ്ച് ചെയ്യും നോക്കിയിട്ട്. 26N ബേസ് മോഡലാണ് ഇപ്പോൾ ലോഡ് ചെയ്ത് വെച്ചേക്കണേ. സോ അത് കുറച്ചുകൂടി വലുതാവുമ്പോൾ അതിനനുസരിച്ചിട്ട് ചേഞ്ച് വരും. സോ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ YOLO 26N അതിൻ്റെ സമ്മറി എത്ര ലെയേഴ്സ് ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് 260 ലെയേഴ്സ് ഉണ്ട്. അതാണ് പറഞ്ഞത് YOLO ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആണ്. അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ലേൺ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ടാണ് പുതിയത് വരുമ്പോൾ പ്രൊഡിക്ഷൻ ചെയ്യിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ഓൾറെഡി 260 ലെയേഴ്സ് ഉണ്ടാവും, നമുക്ക് അതിനനുസരിച്ച് മാറ്റി കൊടുക്കും, അങ്ങനെയാണോ? ഇല്ല, ഇതിൽ ചേഞ്ചസ് വരുത്തുന്നില്ല. മോഡലിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല. നമ്മൾ ആകെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഡാറ്റാസ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് ഓൾറെഡി ഇതൊരു ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. അതിലേക്ക് നമ്മൾ ഡാറ്റ മാക്സിമം ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക. അതിന് ആ ഒരു എന്തൊക്കെ ചേഞ്ചസ് വേണോ അത് മാത്രം കൊടുത്താൽ മതി. ആ മോഡൽ തന്നെ ലേൺ ചെയ്തോളും.
ഇപ്പം നമ്മൾ അല്ല അപ്പൊ നമുക്ക് മോഡൽ ഡോട്ട് ഇപ്പൊ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോൾ ചെയ്യില്ലേ, ആ ആ അപ്പം അതിൽ ഇത്ര പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കില്ലേ, ഓരോ ലെയറിൽ ഇത്ര പാരാമീറ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നില്ലേ. ഇപ്പോൾ 50 × 32 എന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്, പിന്നെ ബയാസും ഒക്കെ കൂടി. അപ്പോൾ ഓൾറെഡി ഇവിടെ ആ ഒരു സംഭവം കഴിഞ്ഞു, മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ലോഡ് ചെയ്യിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. ആ ലോഡ് ചെയ്യിച്ച ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് യോളോ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. അതിൻ്റെ സ്ട്രക്ചറാണ് നേരത്തെ കാണിച്ചു തന്നത്. ഇതേപോലെ CNN ബാക്ക്ഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് പറഞ്ഞില്ലേ. ഇവിടെ എന്താണ് കൺവല്യൂഷൻ ലെയേഴ്സ് ഉണ്ട് സെപ്പറേറ്റ്, ആൻഡ് കൺവല്യൂഷൻ ലെയേഴ്സ് ഇവിടെ സെപ്പറേറ്റ് കൺവല്യൂഷൻ ലെയേഴ്സ്, പൂളിങ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്രഡിക്ഷൻസ് വരുന്നത്. നമ്മൾ ഈ ഇമേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെട്രിക്സ് ആണ്, പിക്സൽസിൻ്റെ മെട്രിക്സ് ഇല്ലേ, അതും ഈ ഒരു ഇതും കൂടി CNN കമ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു ക്യാപ്പബിലിറ്റീസ് വെച്ചിട്ടാണ് ഇതിൽ പ്രൊഡിക്ഷൻസ് വരുന്നത്. ക്ലിയർ ആണോ? പിന്നെ ഇതിൽ അപ്പ് സാമ്പിളിങ് ഡൗൺ സാമ്പിളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ആ ഒരു CNN-ൻ്റെ ലെയേഴ്സിൽ. അപ്പ് സാമ്പിളിങ് ലെയർ, ഡിറ്റക്ഷൻ ലെയർ കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒറിജിനൽ ഡാറ്റ സെറ്റിൽ നിന്ന്, ഒറിജിനൽ ഇമേജിൽ നിന്ന് പല രീതിയിൽ അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 30, 22, 26, 52, 52 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓരോ പ്രോസസ്സിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓരോ ലെയറിൽ ഡിഫിക്കൽട്ടി കൂടി വരുന്ന രീതിയിലല്ലേ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെയും അതിൻ്റെ ഉള്ളിൽ അവർ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസസ് ഉണ്ടാവും. അതിനാണ് ഓരോ യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ OCR ചെയ്തപ്പോൾ അതിന് ഷാർപ്നെസ് കൂട്ടാനൊക്കെ കുറേ മെത്തേഡ് യൂസ് ചെയ്തില്ലേ. അപ്പോൾ നമ്മുടെ യൂസ് കേസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് ടെക്നിക്സ് ഇതിൻ്റെ ഇടയിലും വരുന്നുണ്ട് എന്നുള്ളൂ. പിന്നെ ഈ CNN അല്ലാണ്ട് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആർക്കിടെക്ചർ ഉണ്ട്, അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കും. എൻകോഡർ ഡീകോഡർ ആർക്കിടെക്ചർ വരുന്നില്ലേ. അപ്പോൾ എൻകോഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത്, മറ്റേ ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ വേർഷനിലും. അതിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ V2 എന്തൊക്കെയാണ് ഡിഫറൻസസ്, നേരത്തെ പറഞ്ഞു തന്ന സംഭവങ്ങൾ തന്നെയാണ്. സ്റ്റേബിൾ ആയിട്ടുള്ളത് 6, 5, 9, 8 എവിടെ, C2F മോഡ്യൂൾസ്, ടാസ്ക് സ്പെസിഫിക് ഡിറ്റക്ഷൻ ഹെഡ്സ്, ആങ്കർ ഫ്രീ ഡിറ്റക്ഷൻ. പിന്നെ പോപ്പുലറായിട്ട് യോളോ V11 ആണ്. ഫീച്ചർ അഗ്രഗേഷൻ, ഒപ്റ്റിമൈസ്ഡ് ട്രെയിനിങ് പൈപ്പ്ലൈൻസ്, ഹെവി ആയിട്ടുള്ള ഡാറ്റയൊക്കെ ഇവിടെയാണ് പ്രോസസ് ചെയ്യും യോളോ V11. നമ്മൾ എന്ത് മോഡൽ യൂസ് ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ലേറ്റസ്റ്റ് മോഡൽ അങ്ങനെ വർക്ക് ചെയ്യണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളൂ. പിന്നെ അതിൻ്റെ സൈസും സ്പീഡും ഒക്കെയാണ് കൊടുത്തേക്കണേ. 260 ലെയേഴ്സ്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. ഇത്രയും പാരാമീറ്റേഴ്സ് ഉണ്ട്, 0 ഗ്രേഡിയൻസ്, 6.2 GFLOPS സ്പീഡൊക്കെയാണ് അത് കാണിച്ചേക്കുന്നത്. ദെൻ നമ്മളിങ്ങനെ ചെയ്യില്ലേ, ഇപ്പോൾ 150, 153 എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കാണിക്കുന്നത്. അതിൻ്റെ വേർഷൻ ജസ്റ്റ് അൾട്രാലിറ്റിക്സിൻ്റെ വേർഷനാണിത്. ആൻഡ് ഇവിടെയാണ് മോഡൽ ഇൻഫോ വരുന്നത്. സോ നമ്മൾ മോഡൽ ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മോഡൽ ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് വരിക. അത് ഈ ഒരു യോളോൻ്റെ ലോഡ് ചെയ്ത മോഡലിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് കാണിച്ചത്. പിന്നെ ചെയ്യുന്നത് ഇന്നലെ മറ്റേ GPU കണക്ട് ചെയ്യുന്ന കോഡ് കാണിച്ചു തരാറുന്നില്ലേ. അതിൻ്റെ തന്നെ. അപ്പോൾ ഇതിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇതിലിപ്പോൾ ഞാൻ കൊടുത്തേക്കണേ
ഏത് ടൈപ്പ് ഉണ്ടെങ്കിലും അത് ഡിറ്റക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ കുഡ എന്നുള്ള യൂസ് ചെയ്യാം, മാക്കിലാണെന്നുണ്ടെങ്കിൽ MPS എന്നുള്ള യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഹെവി ആയിട്ടുള്ള പ്രോസസ്സിങ് വരുന്നതുകൊണ്ട് CPU റൺ ചെയ്യണേക്കാട്ടിലും ബെറ്റർ ഈ ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നതാവും, GPU റൺ ചെയ്യുന്നതാവും. അപ്പോൾ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ റൺ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഡിവൈസ് ഈക്വൽ ടു ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അതും കൂടി കൊടുത്താൽ മതി. ഇവിടെ ചെയ്തേക്കുന്നത് പ്രിൻ്റ് കുഡ ടോർച്ച് സപ്പോർട്ടഡ് ആയിട്ടാണ് കുഡ വരിക, അതുകൊണ്ട് ടോർച്ച് ഡോട്ട് കുഡ ഈസ് അവൈലബിൾ. ആൻഡ് മാക്കിലാണെന്നുണ്ടെങ്കിൽ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് വരിക. അപ്പോൾ ടോർച്ച് ഡോട്ട് ബാക്കെൻഡ്സ് ഡോട്ട് MPS ഈസ് അവൈലബിൾ ആണോ അല്ലേ, ട്രൂ ഓർ ഫാൾസ് ആണോ അവിടെ വരിക. ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഫാൾസ് എന്ന് വരും. അപ്പോൾ ഇതിൽ MPS ആയതുകൊണ്ട് അവിടെ മാത്രമാണ് ട്രൂ വരുന്നത്, കുഡ അവൈലബിൾ അല്ല, അപ്പോൾ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഡിവൈസ് സെലക്ഷനാണ്. ഇതിന്ന് ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കുഡ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഡിവൈസ് സെറ്റ് ചെയ്യേണ്ടത് കുഡ എന്ന് പറഞ്ഞിട്ടാണ്. എലിഫ് ടോർച്ച് ഈ ഒരു ഫോർമാറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രൂ വരുമല്ലോ, ആ ട്രൂ വരുമ്പോൾ ഡിവൈസ് MPS എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുക. ഇൻ കേസ് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിലാണ് എൽസ് പാർട്ടിലേക്ക് പോവുള്ളൂ. എൽസ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഡിവൈസ് ഈക്വൽ ടു CPU എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. ദെൻ പ്രിൻ്റ് യൂസിങ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആണോ? ഇതിൽ രണ്ടിലും കോൾ ചെയ്യുമ്പോൾ ടോർച്ച് വെച്ചിട്ടാണ് കോൾ ചെയ്യുക. ടോർച്ച് ബാക്ക്ഡാണ് രണ്ടും വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ പാത്ത് ചെക്ക് ചെയ്യാണ്. ഫ്രം പാത്ത് ലിബ് ഇമ്പോർട്ട് പാത്ത് എന്ന് പറഞ്ഞിട്ട്. പാത്ത് കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. ഇത് ചെയ്യണമെന്നില്ല, ഇത് ഞാൻ PP എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു കിടന്നായിരുന്നത്. പക്ഷെ എനിക്കത് മോഡൽസ് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. ദെൻ കറൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ഇതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ആ ഒരു പാത്ത് വരെ ഉള്ളത് കൊടുത്താൽ മതിയായിരുന്നു. ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം പ്രിൻ്റ് ചെയ്യിച്ചാണ്. പിന്നെ നമ്മൾ അതിൽ ടോട്ടൽ കൗണ്ട്സ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ട്രെയിൻ ഇമേജസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് പാത്ത്. പാത്ത് ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ട്രെയിനിൽ ഇമേജസ് ഡോട്ട് ഗ്ലോബ് ഓൾ എന്നുള്ള ഫോർമാറ്റാണിത്. ഓക്കെ. സ്റ്റാർ എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഫോർമാറ്റാണ്. ആൻഡ് എത്ര കൗണ്ട് വരുന്നുണ്ട് എന്നാണ് അത് ചെക്ക് ചെയ്യുന്നത്. ദെൻ വാലിഡ് ഇമേജസും അങ്ങനെ ചെക്ക് ചെയ്തു. ടെസ്റ്റ് ഇമേജസ് ഡോട്ട് ഗ്ലോബ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൽ എത്ര വരുന്നുണ്ട്. നമ്മുടെ ഓക്കെ, ഈ PP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിലാണ് ഓരോന്നും വരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ളത് ഇതൊക്കെ ആയിരുന്നു. ഡാറ്റ YAML എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ റോബോഫോന്ന് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ഡൗൺലോഡിങ് കുറച്ച് ടാസ്ക്കാണ്. എന്തൊക്കെയോ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് 2-3 സ്റ്റെപ്പിലൊക്കെ പോയാലേ അത് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, റോബോഫ്ലോൻ്റെ ഇത് അല്ലാന്നുണ്ടെങ്കിൽ കാഗിൾ നിന്ന് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു ലേബൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പിന്നെ വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ. സോ പ്രിൻ്റ് ട്രെയിൻ ലെങ്ത് ഓഫ് ട്രെയിൻ ഇമേജ് നമ്മൾ ലിസ്റ്റായിട്ടല്ലേ ഓരോന്നും ക്രിയേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ ലെങ്ത് എടുത്താൽ മതി. ദെൻ പ്രിൻ്റ് വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലെങ്ത് എടുക്കുക, ടെസ്റ്റിൻ്റെയും ലെങ്ത് എടുക്കുക. സോ ഇതിൽ 1600 സംതിങ് എന്തോ ആണ് ഇമേജസ് വന്നായിരുന്നത്. ദെൻ അതിൽ ഓൺലൈനോ എന്ത് ട്രെയിനിങ്ങിന് 1152 എണ്ണം, വാലിഡേഷന് 320 എണ്ണം. ആ ഒരു 80-20 എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്ലേ, അതാണിത്. ടെസ്റ്റിങ്ങിന് ഒരു 20% കൊടുത്തിട്ടുണ്ട്, 164 എണ്ണം. സോ 1634 എന്തായിരുന്നു കൗണ്ട്. അപ്പോൾ അതിനെ ടോട്ടലി ഇതിലേക്ക് ലോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓരോന്നിൽ. ദെൻ കറൻറ്റ് ലേബൽ ഫയൽസ് എന്ന് പറഞ്ഞിട്ട്. ലേബൽ ഫയൽസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇതും കൂടി മാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ചെയ്ത പോലെ തന്നെ അവിടെ നിന്ന് .TXT എന്നാണ് കൊടുത്തേക്കുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളാണ്, അതിൽ .TXT വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ലേബൽസ് എന്നുള്ള ഇമേജസും അതിൻ്റെ ലേബൽസും എല്ലാം .TXT ഫോർമാറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഫോർമാറ്റ് ഇവിടെ .TXT എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ലിസ്റ്റ് പാത്ത്, ആ പാത്തിൽ ട്രെയിൻ ലേബൽസിൽ വരുന്നത് ഓരോന്നും ഫൈൻഡ് ചെയ്യാം. ലേബൽസിൽ വാലിഡ് ലേബൽസ്, ടെസ്റ്റ് ലേബൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെപ്പറേറ്റ്
കൊടുക്കും. അതിൻ്റെ കൗണ്ടും കൂടി എടുത്തു. സെയിം കൗണ്ടാണ് 1152, 328, 164 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത 3 ടൈപ്പിനും എല്ലാത്തിനും ലേബൽസും കൂടി വേണം. ആ ലേബൽസും കൂടി ഉണ്ടായാലാണ് അത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ എവറി ഇമേജ് ഷുഡ് ഹാവ് 1 കറസ്പോണ്ടിങ് .txt ഫയൽ. അതാണ് പറഞ്ഞത്, ഓരോന്നിനും ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള txt ഫയൽ അവിടെ ഉണ്ടായിരിക്കണം, ലേബൽ. ദെൻ ചെക്ക് ഫോർ മിസ്സിംഗ് ലേബൽസ്. ഇവിടെ എല്ലാത്തിനും ഉണ്ട്, സ്റ്റിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. ഇമേജ് നെയിംസ് ഈക്വൽ ടു ഒരു ഇതിൻ്റെ കീ വാല്യൂ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ഇമേജ് ഡോട്ട് സ്റ്റെം ഫോർ ഇമേജ് ഇൻ ട്രെയിൻ ഇമേജസ്. ട്രെയിൻ ഇമേജസിലും ട്രെയിൻ ലേബൽസും കൂടിയാണ് കമ്പയർ ചെയ്ത് നോക്കുന്നത്. മിസ്സിംഗ് ഈക്വൽ ടു ഇമേജ് നെയിംസ് മൈനസ് ലേബൽ നെയിംസ്. ഓക്കെ, ഇമേജിൻ്റെ ആ ഒരു നെയിംസ് ഒന്ന് ലേബൽ നെയിംസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലെങ്ത് മിസ്സിംഗ് ഉണ്ടോ ഇല്ല എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് മിസ്സിംഗ് ആ ഒരു ഇത് പ്രിൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മിസ്സിംഗ് അല്ല എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം അത് മിസ്സിംഗ് ഒന്നുമില്ല, എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു എന്നുള്ളൂ. ദെൻ വെരിഫൈ ഡാറ്റ സെറ്റ് ബിഫോർ ട്രെയിനിങ്. ഡിസ്പ്ലേ സാമ്പിൾ ഇമേജ്. ഒരു സാമ്പിൾ ഇമേജ് എടുക്കുക എന്നതിന് സാമ്പിൾ ഈക്വൽ ടു ട്രെയിൻ ഇമേജ് ഓഫ് 0. ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്യാണ്, ട്രെയിൻ ഇമേജ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട്. ദെൻ CV2 ഇവിടെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഇമേജ് ഈക്വൽ ടു CV2.im റീഡ്. നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യിക്കുകയാണ്. സ്ട്രിങ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോർമാറ്റിൽ ആ ഒരു ടെക്സ്റ്റും കൂടി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് STR എന്നുള്ള ഫോർമാറ്റിൽ ലോഡ് ചെയ്യിക്കുന്നത്. ദെൻ ഇമേജ് കൺവേർട്ട് കളർ. കമ്പ്യൂട്ടർ വിഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കളർ കൺവേർട്ട് ചെയ്യുകയാണ്. കാരണം CV2 BGR ഫോർമാറ്റിലായിരിക്കും, അതിനെ കൺവേർട്ട് ചെയ്യണം. സോ BGR to RGB എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സൈസ് സെറ്റ് ചെയ്തു. PLT.figure ഫിറ്റ് സൈസ് 8x8. IM ഷോ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് PLT-യിലാണ് ഷോ ചെയ്യുന്നത്. സോ RGB കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ IM ഷോ എന്ന് പറഞ്ഞിട്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ആക്സസ് ഓഫ് ചെയ്തു, PLT.show എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ലോഡ് ചെയ്യിക്കണം. ഇവിടെ സ്ട്രിങ് ഫോർമാറ്റിലാണ് എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, STR എന്നുള്ള ഫോർമാറ്റിലാണ് എടുത്തത്, അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. 800 വിത്ത് 1 ആക്സസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് YOLO ലേബൽസ്. ഇതിൽ ലേബൽസ് ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. എവറി ഇമേജ് ഹാസ് എ മാച്ചിങ് ലേബൽ ഫയൽ. ട്രെയിൻ ഇമേജ് 001.jpg. ഇവിടെ നോക്കിയാൽ മതി, ട്രെയിനിൽ ഇമേജസിലാണ് ആ ഒരു ഇമേജ് കിടക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ നെയിം .jpg എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ അതിൻ്റെ ട്രെയിൻ ലേബൽസിൽ ഇതിൻ്റെ ഇമേജ് 001.txt എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടാവും. ലേബൽസിൽ പോയിട്ടുണ്ടെങ്കിൽ ഇമേജ് 001. ഈ നെയിമിൽ സെയിം നെയിമിൽ .txt എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ടാവും. സോ ഇത് രണ്ടും കൂടിയാണ് മാച്ച് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇമേജസിൽ അതിൻ്റെ ഇമേജും ഉണ്ടാവും, ഇമേജ് മാച്ച് ആവണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നില്ല നമ്മൾ. ഓക്കെ, ഇപ്പം ഇതിൽ ഇമേജ് 001 എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് ഉണ്ട്, പക്ഷെ അതിന് TXT ഫയൽ ഇല്ല, ലേബൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, റിമൂവ് ചെയ്യാം. നമ്മൾ ആവശ്യമില്ലാത്ത ഇമേജസ് ഒക്കെ ഇന്നലെ ചെക്ക് ചെയ്തായിരുന്നില്ലേ? അതായത് ബ്രോക്കൺ ഇമേജസ് ഉണ്ടോ ഇല്ല, അവിടെ ഇമേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ പറഞ്ഞിട്ട് ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ? അതേപോലെ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇമേജ് റിമൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് മൈനസ് സെലക്റ്റഡ് ഇമേജ് മൈനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ മിസ്സിങ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സാമ്പിൾ ലേബൽ ഈക്വൽ ടു ട്രെയിൻ ലേബൽസ് 0. സോ ആദ്യത്തെ ഇമേജ് ആണ് എടുത്തത്, അതുകൊണ്ട് സാമ്പിൾ ലേബൽ ഈക്വൽ ടു ട്രെയിൻ ലേബൽസ്. ട്രെയിൻ ലേബൽസ് എവിടെയുള്ള ട്രെയിൻ ലേബലിൻ്റെ ഒരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ ലേബൽസ് അത് 0 എന്ന് കൊടുക്കുമ്പോൾ ഏതാ വരിക? ഇമേജ് 4.jpg.txt. ഇമേജ് 4 നോക്കുക, ഇതാണ് ഇമേജ് 4 വരുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ടൈപ്പാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈ വർക്കേഴ്സിൻ്റെ ആ ഒരു ഹാറ്റ്, വെസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഡിറ്റക്ട് ചെയ്യുക, ഗ്ലോവ്സ്,
ഒരു ഗ്ലൗസ് ഇമേജിന്റെ ലേബലും ഇമേജും കാണിച്ചിരുന്നു. ആ ഇതിപ്പോൾ കാണിച്ചു തന്നെ ഒരു മിനിറ്റ്. അത് ഇമേജ് അല്ലേ, മാച്ചിങ് ആയിട്ടുള്ള ലേബൽ. ആ അതായത് ഇതിൽ പ്രൊഡിക്റ്റ് ചെയ്യുന്ന എന്താണ്, നമ്മൾ സേഫ്റ്റി ഡിറ്റക്ഷൻ ആണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരണം, ഹെൽമെറ്റ്, വെസ്റ്റ്, പേഴ്സൺ, ഗ്ലോവ്സോ എന്തോ ഒരു ഫോർമാറ്റും കൂടി ഉണ്ട്. യാമൽ ഫയലോടെ ഗ്ലോവ്സ്, ഹെൽമെറ്റ്, പാൻസ്, വെസ്റ്റ് ഇതൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ട്രെയിനിൽ ഇമേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ പാൻസ് ആയിരുന്നു, ഇവിടെ എന്താ ഉള്ളത് ആ ഒരു ഈ ഒരു എല്ലാം കൂടെ ഉണ്ട്. പിന്നെ ഓരോ ഇമേജസിൽ അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാവും. ഇപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതാദ്യം ആ ഒരു മോഡലിനെ പഠിപ്പിക്കും, ലേൺ ചെയ്യാൻ കൊടുക്കും. ലേൺ ചെയ്തിട്ട് ആ റിയൽ ടൈമൊക്കെ ഇത് വരുമ്പോൾ അതിന്ന് ആ ലേൺ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ആ മോഡൽ അത് മാച്ച് ചെയ്തിട്ട് ബോക്സും അക്യൂറസിയൊക്കെ ഇട്ട് തരണം. ഇന്നത് ഹെൽമെറ്റാണ്, ഇന്നത് വെസ്റ്റാണ്, ഇന്നത് പാൻസാണ്, വെസ്റ്റ് അങ്ങനെയുള്ളത് അത് ഡിറ്റക്ട് ചെയ്ത് തരണം. നേരത്തെ ഒരു ഇമേജ് കാണിച്ചിട്ട് റിയൽ ടൈം അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടർ, പേഴ്സൺ, ബുക്ക്, വയർ എന്നൊക്കെ പറഞ്ഞിട്ട്, മോണിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഈ ലേബലും അതിൻ്റെ ഇമേജും വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. മറ്റേ ന്യൂറൽ അതിൽ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആണ്. ഇത് CNN ബേസ്ഡ് ഉണ്ടാവും, ട്രാൻസ്ഫോമർ ബേസ്ഡ് ഉണ്ടാവും. ലേറ്റസ്റ്റ് വേർഷനൊക്കെ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആണ്. സോ അത് ഭയങ്കര ലാർജ് രണ്ടും ഡിഫറെൻ്റ് ആണ്. CNN-ഉം ട്രാൻസ്ഫോമറും ഡിഫറെൻ്റ് ആണ്. CNN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മീഡിയം സൈസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെറ്റ് ഒരു മീഡിയം ടൈപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ CNN-ൽ വർക്ക് ചെയ്യും. പക്ഷേ ലേറ്റസ്റ്റ് വേർഷനിലൊക്കെ ട്രാൻസ്ഫോമറാണ് ബാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചുള്ളതായിരിക്കും. അപ്പോൾ അതിന് മീഡിയം സൈസ് ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ CNN ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യുക, യോളോയിൽ വരുന്നത്. അത് വേർഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്ലോവ്സ് ഓരോ ടൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ പ്രീ ട്രെയിൻഡ് ആയിരിക്കും. ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പൊക്കെ അതിന് ആദ്യം കാണിച്ചു കൊടുക്കും. അപ്പം ന്യൂറൽ നെറ്റ്വർക്ക് സെൽഫായിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ എടുത്തിട്ട് ലേൺ ചെയ്യുമല്ലോ ഓൾറെഡി. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു ബൗണ്ടിങ്ങും ബോക്സിങ്ങും ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് 4 ടൈപ്പ് ഉണ്ട്. അത് ഇവിടെ ഒരെണ്ണം മിസ്സായി പോയതാണ്. ലോ ഹെൽമെറ്റ് ഇത് തന്നെ മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും സെയിം ചെയ്യും. ഇനി നമ്മളൊരു ലേബൽ ഫയൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അവിടെ ഇമേജ് ഓപ്പൺ ചെയ്തു. ഇമേജിൻ്റെ കറസ്പോണ്ടിങ് ഒരു ലേബൽ ഫയൽ ഇവിടെ ഉണ്ടാവണം. സോ വിത്ത് ഓപ്പൺ സാമ്പിൾ ലേബൽ. ട്രെയിൻ ലേബൽസിൽ 0 ആണ്. അവിടെ ട്രെയിൻ ഇമേജസിൽ 0 ആണ് ലോഡ് ചെയ്തത്. ഇവിടെ ട്രെയിൻ ലേബൽസിൽ 0 എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ആണത്. ലിസ്റ്റ് ആയതുകൊണ്ട് ഇൻഡെക്സ് ഉണ്ടാവും. നമ്മൾ ലിസ്റ്റായിട്ട് നേരത്തെ കൺവേർട്ട് ചെയ്തായിരുന്നില്ലേ, ലിസ്റ്റ് ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കൗണ്ട് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു ഇൻഡെക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആ നെയിം മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക. ദെൻ റീഡ് ആസ് ഫയൽ ലേബൽസ് ഈക്വൽ ടു ഫയൽ ഡോട്ട് റീഡ് ലൈൻസ്. റീഡ് ലൈൻസ് എന്തിനാണ് യൂസ് ചെയ്യണേ? ഓരോ ലൈൻസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ലേബൽസ് പ്രിൻറ്റ് ചെയ്യാണ്. ലേബൽസ് പ്രിൻറ്റ് ചെയ്യുക പറയുമ്പോൾ ഇവിടെ ഈ ഒരു വാല്യൂസ് മാത്രം വരുന്നുണ്ടോ ലേബൽസിൽ? ഒരു ഇതേ സംഭവമായിരിക്കും അതിൻ്റെ ലേബൽസിലും വരുന്നത്. കാണിച്ചു തരാം. ലേബൽസ്
ഇത് ആക്ച്വലി അതിൻ്റെ സെൻറ്റർ എക്സ് വൈ അങ്ങനത്തെ സംഭവങ്ങളാണ്. അതിൻ്റെ മിഡ് എവിടെയാണെന്ന്, ആ ഒരു ഇമേജിൻ്റെ മിഡ് എവിടെയാണ്, സെൻറ്റർ എവിടെയാണ്, സോറി രണ്ടും ഒരേപോലെ തന്നെയാണ്. പിന്നെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇതിൽ സേവ് ചെയ്തേക്കണേ. ആൻഡ് ഇത് ലാർജ് വാല്യൂസ് ആയിരിക്കും. ഇത് എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂസ് ആയിട്ടായിരിക്കും ഇവിടെ ഷോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്കെയിലിങ് ചെയ്യില്ലേ, അതേപോലെ ആയിരിക്കും ഈ ഒരു വാല്യൂസ് ഇവിടെ കാണിച്ചേക്കണേ. ഈ വാല്യൂസാണ് അത് ലേബിൾസ് ആയിട്ട് ലോഡ് ചെയ്യുമ്പോൾ അവിടെ കോഡിൽ കാണിക്കണേ. അതിൻ്റെ ഡീറ്റെയിലിങ് യോളോ ലേബിൾ ഫോർമാറ്റ്, ക്ലാസ് എക്സ് സെൻറ്റർ വൈ സെൻറ്റർ വിഡ്ത്ത് ഹൈറ്റ്. നമ്മൾ എക്സ് വൈ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞിട്ട് ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നില്ലേ, എക്സ് പ്ലസ് ഹൈറ്റ് എന്നോ ഡബ്ല്യു പ്ലസ് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നില്ലേ. ഇപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്തായിരുന്നത്, അതിൻ്റെ എക്സും വൈയും ആദ്യം ഫൈൻഡ് ചെയ്യും, ഏത് പൊസിഷനിലാണെന്ന് കണ്ടുപിടിച്ചിട്ട്. എന്നിട്ട് എക്സ് എന്ന് ഹൈറ്റാണോ വിഡ്ത്താണോ എടുത്തായിരുന്നത്, എക്സ് പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഓസർ നോക്കട്ടെ. പൊസിഷൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഡബ്ല്യു പ്ലസ് എച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നില്ലേ, എവിടെയാണത് നോക്കട്ടെ. എന്താന്ന് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സും വൈയും ഫൈൻഡ് ചെയ്യും. എക്സിന്ന് ഇത്ര ഹൈറ്റിൽ പോകണം, വൈന്ന് ഇത്ര ഹൈറ്റിൽ ഇത്ര വിഡ്ത്തിൽ വരണം, അങ്ങനെ. അപ്പോൾ ഇത് എക്സിന്ന് വിഡ്ത്താണ് എടുക്കുക ഇങ്ങോട്ട്, അതിന് വൈന്ന് എത്ര ഹൈറ്റിൽ പോകണം എന്നുള്ളത്. മനസ്സിലായോ? ആക്സിസ് ഇല്ലേ, ആക്സിസ് നിന്ന് എത്ര വിഡ്ത്ത് എടുക്കണം, ആൻഡ് ഇവിടുത്തെ ആക്സിസ് വൈന്ന് എത്ര ഹൈറ്റ് എടുക്കണം, എന്നിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക ചെയ്യുക ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അപ്പം അങ്ങനെയാണ് റെക്റ്റാങ്കിൾ ഇതിൽ ഡ്രോ ചെയ്യുക. സെയിം ഫോർമാറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സെൻറ്റർ, പിന്നെന്തായിരുന്നു എക്സ് സെൻറ്റർ വൈ സെൻറ്റർ വിഡ്ത്ത് ഹൈറ്റ്, അതൊക്കെയാണ് ഈ പോയിൻറ്റിങ്ങിൽ കാണിക്കുന്നത്. ദെൻ വാല്യൂ മീനിങ്, ഫസ്റ്റ് ക്ലാസ് ഐ ഡി 0.45 എന്ന് പറയുന്നത് സെൻറ്റർ എക്സ്, 37 എന്ന് പറയുന്നത് സെൻറ്റർ വൈ, ആൻഡ് 21 എന്ന് പറയുന്നത് ബോക്സ് വിഡ്ത്ത് ബോക്സ് ഹൈറ്റ്. സോ എവറിത്തിങ് എക്സെപ്റ്റ് ദ ക്ലാസ് ഈസ് നോർമലൈസ്ഡ്. ഈ ക്ലാസ് ഐ ഡി അല്ലാണ്ട് ബാക്കിയൊക്കെ നോർമലൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാം പ്രോസസ്സ് ചെയ്യാൻ എളുപ്പത്തിന്. And what is normalization? Suppose the image size is 640 into 640. Suppose center is 320. YOLO stores 320 by 640. 0.5 എന്നുള്ളതിലാണ് സ്റ്റോർ ചെയ്യുക. അതിൻ്റെ സൈസ് നോക്കുന്നു, അതിൻ്റെ സെൻറ്ററിൻ്റെ ആ ഒരു പോയിൻറ്റിങ് നോക്കുന്നു, എന്നിട്ട് അതിനെ നോർമലൈസ് ചെയ്തെടുക്കുന്നു 0.5. ഇൻസ്റ്റെഡ് ഓഫ് 320 എവറി കോർഡിനേറ്റ് ഈസ് ബിറ്റ്വീൻ 0 and 1. അതൊരു സ്കെയിലിങ് ചേഞ്ച് ആയില്ലേ, അപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോർമലൈസ്ഡ് ലേബൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒരു ഇമേജിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് അവിടെ. സൈസ്, വിഡ്ത്ത്, ഹൈറ്റ്, എക്സ് സെൻറ്റർ വൈ സെൻറ്റർ, അതൊക്കെയാണ് ലേബൽസിൽ സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആയോ? അതായത് നമുക്കിപ്പോൾ ഈ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരണേ, അതിൻ്റെ സൈസാണിത് 640 × 640. സോ എത്ര ഉണ്ടാവും, അതിന് എന്തൊക്കെ ഫൈൻഡ് ചെയ്യുക, 640 × 640 എത്ര പിക്സൽസ് വരുന്നുണ്ട്, 4,09,600. പിന്നെ 3 ചാനൽസ് വരുന്നില്ലേ. ഇതാണ് അതിൻ്റെ ടോട്ടൽ പിക്സൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, സെൻറ്ററിന് ഒരു പോയിൻറ്റിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്രാമത്തെ പിക്സലിലാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത് എന്നുള്ളത്. ആ ഒരു ലെയറിൽ അതിനൊരു വാല്യൂ കൊടുക്കുകയാണ് 320 എന്ന് പറയുന്നത്. അസ്യൂം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പോയിൻറ്റിങ്ങിൽ ജസ്റ്റ് കൺവേർട്ട് ചെയ്യുകയാണ് 0 to 1 എന്നുള്ള റേഞ്ചിലേക്ക്. നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ് ഒക്കെ ചെയ്യില്ലേ, സെറ്റ് സ്കോറും, അതേപോലെ ഇവിടെ ജസ്റ്റ്
അസ്യൂം ചെയ്യാണ് 320 ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ 320 ആണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോർ ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ 640 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് 0.5 എന്നുള്ള റേഞ്ചിലേക്ക് ആക്കി. സോ ആ ഒരു പ്ലേസ് ആയിരിക്കും എക്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ വൈൻ്റെയും കൂടി അങ്ങനെ നോക്കും, ഒരു സെൻറ്റർ എടുത്തിട്ട് വൈൻ്റെയും കൂടി നോക്കും. ദെൻ വൈ സെൻറ്റർ 0.37 എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവിടെ വരുമ്പോൾ ഇപ്പം ഇതിൻ്റെ സെൻറ്റർ ഉണ്ടാവുമല്ലോ, എക്സ് ആക്സിസിൻ്റെ സെൻറ്റർ, എക്സാക്ട് സെൻറ്റർ എക്സ് ആക്സിസിൻ്റെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ എക്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്, വൈൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് എടുത്തിട്ട് അതിനെ നോർമലൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാന്നുള്ളൂ. പിന്നെ വരുന്നത് ആക്സിസ് സെപ്പറേറ്റ് അങ്ങനെ സെൻറ്റർ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു പോയിന്റ് നോർമലൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിങ് എവിടെ വരണമെന്നില്ലേ, അത് എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സ് ഇത്ര ഹൈറ്റിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതായത് ഇതിലിപ്പോൾ ഇതിന്ന് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ലെഫ്റ്റിലാണോ ടോപ്പ് റൈറ്റിലാണോ എന്ന് എത്ര മാറിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ബോക്സ് വരും. ആ ഇമേജ് വരുന്നതിൽ ഇപ്പോൾ ടോട്ടലി എല്ലാ ഭാഗത്തും ഈ ഒരു ഒബ്ജക്റ്റ് വരില്ലല്ലോ. ഇപ്പോൾ ഒരു ഗ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നിറഞ്ഞു കിടക്കില്ലല്ലോ, അത് എവിടെയെങ്കിലും ഒരു ഭാഗത്തല്ലേ കിടക്കുള്ളൂ. ഇപ്പോൾ സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ എക്സ് സെൻറ്ററിൽ നിന്ന് ഇത്ര മാറിയിട്ട് ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എവിടെ ഇമേജിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എക്സ് സെൻറ്റർ എടുക്കുകയാണ്, എക്സ് സെൻറ്ററിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വൈ സെൻറ്ററിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതും വരുമല്ലോ. അങ്ങനെ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ഈ ഒരു എക്സ് സെൻറ്റർ വൈ സെൻറ്റർ പിന്നെന്താണ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കണമെന്നുള്ളൂ. അതുകൊണ്ടാണ് ലേബൽസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലേബൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജ് അവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് ലേൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലേബൽസും കൂടി കിട്ടുമ്പോൾ അതിന് എക്സാക്റ്റ് പൊസിഷൻസ് കിട്ടും, ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. ഡീറ്റെയിലിംഗ് കുറച്ചുകൂടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ദെൻ എല്ലാ കോർഡിനേറ്റ്സും ഇങ്ങനെ സ്കെയിൽ ചെയ്തെടുക്കും. നമുക്ക് ഡിഫറെൻറ്റ് റേഞ്ചിലുള്ളതാണോ ഒരേ സ്കെയിലുള്ളതാണോ പ്രോസസ്സ് ചെയ്യാൻ എളുപ്പം, ഒരേ സ്കെയിലുള്ളതാണ്. അപ്പോൾ എല്ലാ കോർഡിനേറ്റ്സും എക്സ് സെൻറ്റർ വൈ സെൻറ്റർ അതിൻ്റെ ഹൈറ്റ് വിഡ്ത്തും ഒക്കെ സ്കെയിൽ ചെയ്തെടുക്കും 0 to 1 എന്നുള്ള റേഞ്ചിൽ. ഓക്കെ, ദെൻ അതിൻ്റെ സൈസ് റീഡ് ചെയ്യാണ്. സാമ്പിൾ ട്രെയിൻ ഇമേജസ് 0, ഇമേജ് cv2.im റീഡ് സ്ട്രിംഗ് സാമ്പിൾ പറഞ്ഞു തന്നാണോ? ഓക്കെ, അത് നേരത്തെ പറഞ്ഞു. ജസ്റ്റ് ഇമേജിൻ്റെ ഹൈറ്റും എടുത്തു കൊടുക്കണമെന്നുള്ളൂ. 640 ചിലപ്പോൾ വേറെ ടൈപ്പും ഉണ്ടാവും, 640 തന്നെയാണെന്ന് തോന്നുന്നതല്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ലേബൽ വാല്യൂസ് റീഡ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ്. ഇതിലിപ്പോൾ നോർമലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഇതാണത്. ക്ലാസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് വാല്യൂസ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് ചാനൽസിൻ്റെ ഇതില്ലേ അതാണ് കോൾ ചെയ്യുന്നത്. ദെൻ എക്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഫ്ലോട്ട് വാല്യൂസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സെൻറ്റർ എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. ഇത് ക്ലാസ് ആണ് അതിൻ്റെ. ആൻഡ് ഇത് എക്സ് സെൻറ്റർ, ഇത് വൈ സെൻറ്റർ, ഇത് ലെങ്ത്തും വിഡ്ത്തും. അല്ലേ ഫോർമാറ്റ്? ഓക്കെ, വിഡ്ത്തും ഹൈറ്റും ആണ്. വിഡ്ത്താണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതിൽ എക്സ് സെൻറ്ററും വൈ സെൻറ്ററും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് വരുന്നത് വിഡ്ത്ത്, അടുത്ത വരുന്ന ഹൈറ്റ്. ഈ ലേബൽസിൽ ക്ലാസ് എക്സ് സെൻറ്റർ വൈ സെൻറ്റർ വിഡ്ത്ത് ഹൈറ്റ് അത്രയാണ് വരുന്നത്.
So convert to pixels, YOLO stores normalized values. OpenCV needs a pixel. So OpenCVയിൽ ഇത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്സൽസ് ആയിട്ട് തന്നെ വേണം. സോ YOLO ഇത് സ്റ്റോർ ചെയ്യുന്നത് നോർമലൈസ്ഡ് വാല്യൂസ് ആയിട്ടാണ്. സോ നമ്മൾ OpenCVയിൽ BGR എന്ന് RGB കൺവേർട്ട് ചെയ്തിട്ട് മാറ്റ്പ്ലോട്ലിബിൽ പ്ലോട്ട് ചെയ്യലില്ലേ, അതേപോലെ യോളോയിൽ നോർമലൈസ്ഡ് വാല്യൂസ് ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് ഈ ടെക്സ്റ്റിൽ. അപ്പോൾ ഇതിന് OpenCVയിൽ യൂസേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പിക്സൽസിലേക്ക് ആക്കണം. സോ പിക്സൽ എക്സ് ഈക്വൽ ടു എക്സ് സെൻറ്റർ ഇൻറ്റു ഇമേജ് വിഡ്ത്ത്. ഓക്കെ, എക്സ് സെൻറ്റർ അവിടെ നിന്ന് ഇമേജ് വിഡ്ത്ത് കൊടുക്കുകയാണ്. എക്സ് എന്നാണല്ലോ ഇത്ര ചേഞ്ച് ചെയ്തിട്ട് എക്സ് ആക്സിസിലാണ് വരുന്നത് നേരത്തെ. ഇപ്പോൾ എക്സ് ആക്സിസിന്ന് ഇത് എക്സിൻ്റെ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ് എന്നല്ലേ എടുക്കണേ, എക്സ് പ്ലസ് 10 എന്നല്ലേ വിഡ്ത്ത്, അതായത് എക്സ് പ്ലസ് ഡബ്ല്യു എന്നുള്ളത്. ദെൻ വൈന്ന് 5 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വന്നോ താഴത്തേക്ക് വന്നോ പറയുമ്പോൾ വൈ ആക്സിസിലാണ് അത് വരുന്നത്. സോ വൈ പ്ലസ് ഹൈറ്റ്. ഓക്കെ, സോ അങ്ങനെ പിക്സൽസിലേക്ക് കൺവേർട്ട് ചെയ്യണത്. പിക്സൽ വൈ എന്ന് പറയുന്നത് വൈ സെൻറ്റർ ഇൻറ്റു ഇമേജ് ഹൈറ്റ്. കൺവേർട്ട് സെൻറ്റർ ടു കോർണേഴ്സ്. OpenCV ഡ്രോസ് റെക്ടാങ്കിൾസ് യൂസിങ് കോർണേഴ്സ്. സോ ഈ റെക്ടാങ്കിൾസ് വരയ്ക്കാനാണ് അവിടെ OpenCVയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് പ്രോസസ് ചെയ്യുന്നത്. YOLO ഗിവ്സ് ദ സെൻറ്റർ. സോ ആ ലേബൽസ് വെച്ചിട്ടാണ് ആ സെൻറ്റർ പറഞ്ഞു കൊടുക്കുന്നത്. കൺവേർട്ട് നോർമലൈസ്ഡ് കോർഡിനേറ്റ്സ് ടു പിക്സൽസ്. എക്സ് സെൻറ്റർ ഇൻറ്റു വിഡ്ത്ത്, വൈ സെൻറ്റർ ഇൻറ്റു ഹൈറ്റ്. ദെൻ ബോക്സ് വിഡ്ത്ത് പിക്സൽ എന്ന് പറഞ്ഞിട്ട് ബോക്സ് വിഡ്ത്തിൻ്റെ ഇൻറ്റു വിഡ്ത്തും ബോക്സ് വിഡ്ത്തിൻ്റെ പിക്സൽ കാണാൻ വേണ്ടിയിട്ട് ഇൻറ്റു ഹൈറ്റും ചെയ്യുന്നു. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കൺവേർട്ട് സെൻറ്റർ കോർഡിനേറ്റ്സ് ടു കോർണർ കോർഡിനേറ്റ്സ്. പിന്നെ സെൻറ്ററിൽ നിന്ന് ആ കോർണേഴ്സും കൂടി ഡിറ്റക്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എക്സ് മിൻ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് എക്സ് സെൻറ്റർ പിക്സൽ മൈനസ് ബോക്സ് വിഡ്ത്ത് പിക്സൽ ഡിവൈഡഡ് ബൈ 2. അതിൻ്റെ കോർണേഴ്സും കൂടി ഡിറ്റക്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, then അതേപോലെ തന്നെ വൈമിനും കണ്ടുപിടിച്ചു, എക്സ് മാക്സ് കണ്ടുപിടിച്ചു, ഓരോ കോർണേഴ്സും കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം എത്ര ലെങ്ത്ത് വിട്ടതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഇതെന്നാ അതിൻ്റെ കോർണേഴ്സ്, ഇതിൻ്റെ ഈ കോർണേഴ്സ് ഇല്ലേ, ഇതാണ് ഡിറ്റക്ട് ചെയ്യുന്നത് ഓരോ ബോക്സിൻ്റെയും കോർണേഴ്സ്. പിന്നെ അടുത്തത് നമ്മൾ ആ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. OpenCV യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഡോട്ട് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരയ്ക്കൂലേ, ആ ബോക്സ് അതാണ് ചെയ്യുന്നത്. ഇമേജ് ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രോസസ് ചെയ്തത് BGR ഫോർമാറ്റിലായിരിക്കും OpenCVയുടെ. സോ ഇമേജ് അത് ഷോ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ RGBയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇമേജ് ഈക്വൽ ടു CV2 ഡോട്ട് കൺവേർട്ട് കളർ ഇമേജ് CV2 കളർ BGR ടു RGB. പിന്നെ നമ്മൾ എന്താണ് അതിൽ റെക്റ്റാങ്കിൾ പ്ലോട്ട് ചെയ്യാണ്. CV2 ഡോട്ട് റെക്റ്റാങ്കിൾ ഇമേജിൽ അത് അപ്ലൈ ചെയ്യുക. പിന്നെ ഈ കണ്ടുപിടിച്ച ആ കോർണേഴ്സും വാല്യൂസും ഒക്കെ കൂടി കൊടുക്കുക. എക്സ് മിനിമോ വൈ മിനിമോ എക്സ് മാക്സും വൈ മാക്സും ഒക്കെ കൂടി കൊടുക്കുക. പിന്നെ അതിൻ്റെ കളർ 255 എന്നുള്ളത്. സോ ഇതിൽ സ്ട്രിങ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അത് ആദ്യം റീഡ് ചെയ്തെടുത്തത് അങ്ങനെയാണ്, അതുകൊണ്ടാണ്. സോ ഈ ലേബൽസ് ഒന്നുകൂടി വരുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. PLT ഡോട്ട് ഫിഗർ പിക് സൈസ് 8x8. പിന്നെ ഇമേജ് ഷോ ചെയ്യുക, ആക്സസ് ഓഫ് ചെയ്യുക, ഷോ ചെയ്യുക. ആൻഡ് ഹൗ ദ നമ്പേഴ്സ് ബിക്കം എ ബോക്സ്. ക്ലാസ് നെയിംസ് ഓപ്പൺ ഡാറ്റ ഡോട്ട് YAML. ഇറ്റ് കണ്ടെയ്ൻസ് നെയിംസ് 0 ഹെൽമെറ്റ് എടുക്കണ്ടായിരുന്നല്ലോ. ലോങ് കൂടിയാണ് കേട്ടോ. അതേ ഓർഡറിൽ തന്നെ കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ മാറും. സോ ഓപ്പൺ ഡാറ്റ YAML. ഇറ്റ് കണ്ടെയ്ൻസ് ഗ്ലോവ് ഹെൽമെറ്റ് പാൻസ് വെസ്റ്റ് എന്നല്ലേ. ഗ്ലോവ് ഹെൽമെറ്റ് പാൻസ് വെസ്റ്റ് ക്ലാസ് ഗ്ലോവ്. ഓക്കെ, ദെൻ ആ ക്ലാസ്സസ് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുകയാണ്. ദെൻ ഡ്രോ ലേബൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് CV2 നമ്മൾ OCR ഇതിലൊക്കെ ചെയ്തില്ലേ, പുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്.
അതാണ് ഇവിടെയും ചെയ്യുന്നത്. ടെക്സ്റ്റ് എവിടെ കൊടുക്കണ്ടേ, ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ, ഒറിജിനൽ ഇമേജിൽ. ദെൻ ക്ലാസ് പറഞ്ഞിട്ട് ലോഡ് ചെയ്ത് എന്തായിരുന്നു, ആ 30 എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ കൊടുത്തായിരുന്നില്ലേ, ലേബലിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്നുള്ളത്. ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ, വെസ്റ്റ് ആണോ പാൻസ് ആണോ അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ആ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ അത് ഏത് ക്ലാസ്സാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സസ് ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ? കഴിക്കാൻ പോകണോ? അന്നേരം ഇപ്പോൾ കഴിക്കും. ദെൻ എക്സ് മിനിമം വൈ മിനിമം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് മിനിമം വൈ മിനിമം -10 എന്നൊക്കെയാണ് കൊടുത്തത്. വൈ മിനിമം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ, അതിൻ്റെ ആ ഒരു കോർണേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ നിന്ന് y+h എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നില്ലേ, അതേപോലെ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തു എന്നാണ്. ക്ലിയർ ആയില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അതെ, നമ്മ ഈ ബോക്സും നമുക്ക് സാധനം നമ്മ കേൾക്കുന്നത് ഇപ്പോഴും സെന്റർ ബേസ് ചെയ്തിട്ടാണ്, ഇമേജിന്റെ സെന്റർ അല്ലാത്ത രീതിയിൽ അങ്ങനെയില്ല. അതിൻ്റെ ആ ഒരു ഇപ്പം ഇതിലെവിടെ വെക്കുക, OCRൽ ഇപ്പം ഇതിൽ ആ ഒരു ടെക്സ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ എവിടെ വെക്കുക, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും, ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി എക്സും വൈയും ഒക്കെ ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്ന് ഇത്ര പോയിന്റ് മാറിയിട്ട് ആ ഒരു ടെക്സ്റ്റ് വെക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കിയാൽ മതി, എക്സ് മിനിമം അതിൻ്റെ അടുത്ത് തന്നെ വെക്കുക, ദെൻ വൈ മിനിമത്തിൽ നിന്ന് -10 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ വൈ മിനിമം എവിടെയാണോ പോയിന്റ് അതിൻ്റെ അവിടെ നിന്ന് ഒരു -10 കൊടുക്കുക. എന്നിട്ട് അതുവരെയാണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. അങ്ങനെയാണ് കൊടുക്കുക. ആ പൊസിഷൻസ് ആണ് ജസ്റ്റ് അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ടോപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ടോപ്പ് ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ടായിരുന്നില്ലേ, അത് അതിന്റെ പൊസിഷനാണ് കൊടുക്കുന്നത്. ഇവിടെ ടോപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കൊടുക്കുന്നത്. ടോപ്പ് ലെഫ്റ്റില് ടോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻസ് ആണ് അതിന് പറഞ്ഞു കൊടുക്കുന്നത്, എക്സും വൈയിലും ഒക്കെ. അപ്പൊ നമുക്ക് കാണുന്നത് ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണെന്ന് കണ്ടറിയാം. പക്ഷെ അതിൽ മെഷീനിന് അത് കണ്ടറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ എക്സാക്ട്ലി കൊടുക്കണം, എക്സും വൈ കോർഡിനേറ്റ്സ്. ഇപ്പോൾ നമ്മളിത് ഗ്രിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സും വൈയും കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ അല്ലേ വരുന്നത്, ടോട്ടൽ സെൻറ്റർ ഈ ഒരു പോയിന്റിലല്ലേ വരിക. അപ്പോൾ ആ എക്സും വൈയും കോർഡിനേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഇത്ര മാറിയിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുക, എക്സ് ആൻഡ് വൈന്ന് എക്സ് നിന്ന് ഇത്ര മാറിയിട്ട് വൈന്ന് ഇത്ര മാറിയിട്ട് അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതേപോലെയാണ് ആ ഒരു പോയിന്റ്സ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഫോണ്ട് സെറ്റ് ചെയ്യുന്നു, ഒപ്പാസിറ്റി അത്ര ഒപ്പാസിറ്റിയിലാണ് കാണിക്കുന്നത് 255:00. കളർ ഡിഫൈൻ ചെയ്യുന്നു, അതിൻ്റെ വിഡ്ത്ത് ആൻഡ് ദ ഫുൾ അനോട്ടേഷൻ ഡ്രോ എവറി ഒബ്ജക്റ്റ്. ഓരോ ഒബ്ജക്റ്റിനും അത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു സെൻറ്ററും ഓരോ ഒബ്ജക്റ്റിൻ്റെയും ആ ഒരു ലേബൽസ് ഇതും കമ്പൈൻ ചെയ്തിട്ട് എല്ലാത്തിനും ബോക്സ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൊടുക്കണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇമേജ് = cv2.imread സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യണം. ആ ലേബൽസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇമേജ് cv2.convert color cv2 color bgr to rgb. പിന്നെ അത് ഫയലായിട്ട് ഓപ്പൺ ചെയ്യണം വിത്ത് ഓപ്പൺ സാമ്പിൾ ലേബിൾ. ട്രെയിൻ ലേബൽസിൽ 0 ആണ് എടുത്തായിരുന്നത്, അതാണ് സാമ്പിൾ ലേബിളായിട്ട് വരിക. സോ ഇതിൽ ഏതാ വരിക, ലേബൽസിൽ ആദ്യത്തെ ഇവിടെ ട്രെയിൻ ഇമേജസിൽ 0 എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. അപ്പോൾ അതേപോലെ ലേബൽസിൽ ആദ്യത്തെ വരും. സോ ലൈൻസ് = f.read lines. റീഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ കുറേ ലൈൻസ് ഇല്ലേ, റീഡ് ലൈൻസ് എന്ന് പറഞ്ഞത് ടോട്ടലായിട്ട് റീഡ് ചെയ്യാനാണ് അത് കൊടുക്കുന്നത്. f.read ലൈൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയലായിട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അബ്രിവിയേഷനാണ്. ആ ഒരു വിത്ത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഫയലിൻ്റെ ഫോർമാറ്റിലാണ് വരുന്നത്.
പിന്നെ എന്താണ് ഫോർ ലൈൻസ് ഇൻ ലൈൻസ്, ടോട്ടൽ റീഡ് ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ലൈൻസ് ഇൻ ലൈൻസ് ക്ലാസ് എക്സ് സെൻറ്റർ വൈ സെൻറ്റർ, പിന്നെന്താ ബി ഡബ്ല്യു എന്താണ് ആഡ് ചെയ്തതായിരിക്കും. ഓക്കെ, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ആണ് വരുന്നത്. ബോക്സ് വിഡ്ത്ത് ബോക്സ് ഹൈറ്റ്. ഓക്കെ, സോ ഇതാണ് ലേബിൾസിൽ വരിക. ലേബിൾസിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലാസ് എക്സ് സെൻറ്റർ വൈ സെൻറ്റർ ബോക്സ് വിഡ്ത്ത് ബോക്സ് ഹൈറ്റ്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ മാപ്പ്, അത് മാപ്പ് ചെയ്യുക. ഫ്ലോട്ട് ലൈൻ ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക, ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. ദെൻ ക്ലാസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്, ഇൻ കേസ് ആ ഒരു ഫോർമാറ്റ് വേറെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്പറായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ 0 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 0ക്ക് അത് ഹെൽമെറ്റോ എന്തോ കൊടുത്തായിരുന്നല്ലോ, അത് ഈ ഒരു ഫോർമാറ്റ്. 0ക്ക് ഗ്ലോവ്, 1ന് ഹെൽമെറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ലേ, അതാണ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ദെൻ എക്സ് സെൻറ്റർ മൾട്ടിപ്ലൈ ഈക്വൽ ടു വിഡ്ത്ത് വെച്ചിട്ട് എക്സ് സെൻറ്റർ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, എത്രയാണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ളത്. ദെൻ വൈ സെൻറ്ററും അതേപോലെ ചെയ്യുക. ബോക്സ് വിഡ്ത്ത് എക്സിന്ന് എത്ര മേലേക്ക് വേണം, വൈന്ന് എത്ര എക്സിന്ന് എത്ര വിഡ്ത്ത് എടുക്കണം, വൈന്ന് എത്ര ഹൈറ്റ് എടുക്കണം, അങ്ങനെയുള്ളത്. ദെൻ എക്സ് മിനിമം എന്ന് പറഞ്ഞാൽ കോർണേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുക്കുക. ബോക്സ് വിഡ്ത്തും ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് അതും കൂടി എടുക്കാം. പിന്നെ ഇത് എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് CV2 ഡോട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഇമേജിൽ അപ്ലൈ ചെയ്യുക, ഈ ഡീറ്റെയിൽസ് കൊടുക്കുക. എക്സ് മിനിമം വൈ മിനിമം എക്സ് മാക്സ് വൈ മാക്സ് അതിൻ്റെ കളർ. ദെൻ ഫുഡ് ടെക്സ്റ്റും കൂടി കൊടുക്കുക, എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ള പൊസിഷൻസ് ഇമേജിൽ അപ്ലൈ ചെയ്യണം. ക്ലാസ്സസ് കൊടുക്കണം. ദെൻ എക്സ് മിനിമം ആൻഡ് വൈ മിനിമം -5. ദെൻ ഫോണ്ട് സെറ്റ് ചെയ്യണം, ഒപ്പാസിറ്റി സെറ്റ് ചെയ്യണം, കളർ സെറ്റ് ചെയ്യണം, ആൻഡ് അതിൻ്റെ വിഡ്ത്തും സെറ്റ് ചെയ്യണം. ദെൻ സൈസ് ആ ഒരു ഇമേജ് ഷോ ചെയ്യിപ്പിക്കുക, സ്ട്രിങ്ങിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നോക്കുക. ദെൻ PLT root show. And single image can contain multiple objects, each represented by its own row in the label file. And image label file normalized coordinates ഇപ്പോൾ അത്രയും ചെയ്തതാണ്. പിക്സൽ കോർഡിനേറ്റ്സ്, ബൗണ്ടിങ് ബോക്സ്, ക്ലാസ് നെയിം, അത്രയും നമ്മൾ പ്രിന്റ് ചെയ്തു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് 100 images YOLO may effectively train on thousands of different variations. അതിൻ്റെ ഒരു ഫ്ലോ വരുന്നത് ഒറിജിനൽ ഇമേജ് അതിനെ ഫ്ലിപ്പ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, ബ്രൈറ്റ്നസ് ഹാൻഡിൽ ചെയ്യും, സൂം ഹാൻഡിൽ ചെയ്യും, മൊസൈക്ക് പേഴ്സ്പെക്റ്റീവ് നമ്മൾ ഗ്രേ ആക്കും, ബ്ലറാക്കും, പിന്നെ ഓരോ പ്രോസസ്സിന് അനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. OCRലാണെന്നുണ്ടെങ്കിൽ ഗ്രേ ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ആ ഗ്രേ ആക്കിയത് ഒന്നുകൂടി ഷാർപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ബ്ലർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ നോയ്സ് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പിന് ചെയ്തായിരുന്നില്ലേ. ഇതിൽ ചെയ്യുന്നത് ഫ്ലിപ്പ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, ബ്രൈറ്റ്നസ് ലെവൽസ് ചാനൽസ് ആര് ഹാൻഡിൽ ചെയ്യും, സൂം ചെയ്യും, മൊസൈക്ക് ചെയ്യും, പേഴ്സ്പെക്റ്റീവ്. കാരണം ഇതിന് അതൊന്ന് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ് ഒബ്ജക്റ്റ്, അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് മാക്സിമം എത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും പ്രോസസ്സ് അത് ചെയ്യും. ഓക്കെ, പിന്നെ HSV ഹ്യൂ സാച്ചുറേഷൻ വാല്യൂ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ OpenCV ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു പിക്സൽ ലെവൽ കാണലും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. CNN ബാക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാണൽസും ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ HSVയിൽ ഇതിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് ഈ ഒരു YOLO എന്ന് പറഞ്ഞിട്ടുള്ളത്, ഹെവി ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക്. ആ ന്യൂറൽ നെറ്റ്വർക്കിന് നമ്മൾ ആ ഇമേജ് കൊടുത്തിട്ട് ഇമേജസൊക്കെ കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അതിന് പുതിയ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര ഡാറ്റ ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് വരുമ്പോൾ ഒരു ഇഷ്യൂ പറഞ്ഞായിരുന്നത് അതിന് ഇനഫ് ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ എത്ര ബെറ്റർ ആയിട്ട് ഡാറ്റ കൊടുക്കുന്നോ അത്രയും നന്നായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതായിരുന്നു ഒരു ഇഷ്യൂ വന്നായിരുന്നത്. അതിനൊരു മീഡിയം ലെവൽ ഡാറ്റ ഒന്നും പോരാ, അത് ഒരു ഹെവി ആർക്കിടെക്ചറാണ്. അപ്പോൾ അതിന് ഒരുപാട് ഡാറ്റ വേണ്ടി വരും. ഓക്കെ, ആൻഡ് എവറി എപ്പോച്ച് ക്യാൻ സീ എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് വേർഷൻ. ആൻഡ് വൈ ഡാറ്റ ഓഗ്മെൻറ്റേഷൻ, ലേബൽസ് എന്തിനാണ് ചെയ്യുന്നത്? വിത്തൗട്ട് ഓഗ്മെൻറ്റേഷൻ ഹെൽമെറ്റ് ഓൾവേസ് സ്ട്രെയിറ്റ് ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചേഞ്ച് ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അത് ഇന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ.
ആൻഡ് ദ മോഡൽ സ്ട്രഗിൾസ് വെൻ ദ ഹെൽമെറ്റ് അപ്പിയേഴ്സ് അറ്റ് ആൻ ആംഗിൾ. ഇപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഈ സൈഡിലേക്ക് മാറി നിൽക്കുക. അപ്പോൾ ഈ പൊസിഷൻസ് അവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സെൻറ്ററിൽ വന്നാൽ മാത്രമേ ഡിറ്റക്ട് ചെയ്യുള്ളൂ. ദെൻ വിത്ത് ഓഗ്മെൻറ്റേഷൻ ഹെൽമെറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ്, ഇറ്റ് ക്യാൻ ബി സ്മോൾ, ലാർജ്, ഡാർക്ക്, ബ്രൈറ്റ്. സോ ഏത് കണ്ടീഷനിലും അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലേബൽസ് അവിടെ ഡാറ്റ ഓഗ്മെൻറ്റേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. ആൻഡ് ദ മോഡൽ ജനറലൈസസ് മച്ച് ബെറ്റർ. ഇപ്പോൾ ആദ്യം ഒരു വലിയ പൂച്ചയുടെ പടമാണ് കൊടുത്തത്, പിന്നെ അതിനെ ചെറുതാക്കി കൊടുത്തു. അപ്പോൾ ഈ സൈസ് മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ പ്രൊഡിക്റ്റ് ചെയ്താൽ കറക്റ്റ് അല്ലല്ലോ. അപ്പം അങ്ങനെ പിക്സൽസിൽ ചേഞ്ച് വന്നാലും അല്ലെങ്കിൽ പൊസിഷനിൽ ചേഞ്ച് വന്നാലും ഒക്കെ സെയിം സംഭവം തന്നെ ഡിറ്റക്ട് ചെയ്യണം. അതിനാണ് അത് കൊടുക്കുന്നത്. ആൻഡ് ബിൽറ്റ് ഇൻ യോളോ ഓഗ്മെൻറ്റേഷൻ റിസൾട്ട്സ് ഈക്വൽ ടു മോഡൽ ഡോട്ട് ട്രെയിൻ. പിന്നെ അൾട്രാലിറ്റിക്സ് അപ്ലൈസ് മെനി ഓഗ്മെൻറ്റേഷൻസ് ഓട്ടോമാറ്റിക്കലി. യു ഡോണ്ട് നീഡ് ടു റൈറ്റ് ഓപ്പൺ സി കോഡ്. സിമ്പിൾ ട്രെയിൻ നോർമലി. സോ ഇതിൽ ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആയിരിക്കും, ജസ്റ്റ് അത് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ്. റിസൾട്ട്സ് ഈക്വൽ ടു മോഡൽ ഡോട്ട് ട്രെയിൻ, ഡാറ്റ ഈക്വൽ ടു ഡാറ്റ യാമൽ. ഡാറ്റ യാമൽ എവിടെയുള്ള ഓൾറെഡി റോബോഫ്ലോയിൽ ഉണ്ടായിരുന്നു. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഫോർമാറ്റ്. ഓക്കെ, റോബോഫ്ലോ വർക്ക് സ്പേസ് പ്രോജക്റ്റ്. ഇത് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കമ്പോണൻസും ട്രെയിനും പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ഫോർമാറ്റ് കിട്ടും, അപ്പോൾ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു യാമൽ ഫയൽ. ആൻഡ് യാമൽ ഫയൽ നിങ്ങൾക്ക് എയുടെ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പരിചയമാവും. വലിയ ഫയൽസും പ്രോജക്ട്സും ഒക്കെ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ എൻവയോൺമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു എൻവയോൺമെൻറ്റ്സ് അല്ല .env എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നമ്മുടെ ഈ API കീസും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഡാറ്റ YAML എന്ന് പറയുമ്പോൾ ആ ഒരു സ്കീം സ്ട്രക്ചറോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെക്കുന്നതാണ്. സോ അങ്ങനത്തെ ഡിഫറെൻറ്റ് ഫയൽസ് ഉണ്ട് ഓരോ പ്രോജക്റ്റും ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ദെൻ എപ്പോഴ്സ് ഇതിൽ 8 കൊടുത്തിട്ടുള്ളൂ. അത് ഒരു 50 കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്, പക്ഷേ ടൈം നല്ല കൊടുക്കും. ഇപ്പോൾ 8 കംപ്ലീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് ആയി. സിസ്റ്റത്തിനനുസരിച്ച് ഉണ്ടാവും. സോ അതുകൊണ്ടാണ്. ദെൻ ഇതന്നെ കോപ്പി ചെയ്തിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ കൊളാബിലിട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കൊളാബിൽ GPUs ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കോഡ്സ് മാത്രം കുറച്ച് അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെന്തെങ്കിലും അത് ഇതിൽ സിസ്റ്റത്തിൽ കൊടുക്കുന്ന ആ കോഡ്സ് ഇല്ലേ, ഇപ്പോൾ ഡിവൈസൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നു, അത് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൽസ് CPU എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ചിലപ്പോൾ എറർ വരും തോന്നുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടും. അവിടെ T4 എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാവുമല്ലോ, GPUs ഉണ്ടാവുമല്ലോ, T4A100 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു GPUs സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതെടുത്താൽ മതി. സോ ഇമേജിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്യാണ്. 640 എന്ന് പറയുന്നത് 640x640 അല്ലേ. ആ ഹൈറ്റ് ഇമേജ് സൈസ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ബാച്ച് പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത് 60 എന്ന് പറഞ്ഞിട്ട് 16 വീതം അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുക. ദെൻ ഡിവൈസ് ഈക്വൽ ടു ഡിവൈസ് നേരത്തെ ഡിറ്റക്ട് ചെയ്തായിരുന്നില്ലേ, CPU ആണോ GPU ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും ഡിവൈസിൽ ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ആ ഡിവൈസ് ഇങ്ങോട്ട് കൊടുക്കുക. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ലോഡാവും. അൾട്രാലിറ്റിക്സ് അതിൻ്റെ വേർഷൻ 8.4 1.15 ആൻഡ് പൈത്തൻ്റെ വേർഷൻ, ടോർച്ചിൻ്റെ വേർഷൻ, പൈടോർച്ചിൻ്റെ വേർഷൻ ആൻഡ് ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റമാണ് NPS എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. കൂടെ ആണെന്നുണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യും. പിന്നെ അതിൻ്റെ സിസ്റ്റത്തിൻ്റെത് ആപ്പിൾ M1 Max എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതുകൂടി ലോഡ് ചെയ്യും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവില്ല നമ്മൾ മോഡലൊക്കെ ലേൺ ചെയ്യുമ്പോൾ. അപ്പോൾ നേരത്തെ
NMS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡ്യൂപ്ലിക്കൻസി ഒക്കെ വരുന്ന പറഞ്ഞു, നമ്പർ സപ്രസിങ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഫാൾസ് സെറ്റ് ചെയ്തു. AMP ആംഗിള് ഓഗ്മെൻറ്റ് ഫാൾസ് ഓട്ടോ ഓഗ്മെൻറ്റ്. സോ നമ്മൾ ലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണെന്ന് പറഞ്ഞു. ആംഗിൾ 1.0 എന്ന് പറഞ്ഞിട്ട് ഇത് ഇതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സാണ്. ലൈക്ക് എന്താ പറയുക, ഇത് ഓൾറെഡി ട്രെയിൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു വേർഷനല്ലേ ലോഡ് ചെയ്തേ, അപ്പോൾ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. ഇപ്പോൾ റാൻഡം ഫോറസ്റ്റ് റൺ ചെയ്യിക്കുമ്പോൾ കുറേ പാരാമീറ്റേഴ്സ് വരുന്നില്ലേ, അപ്പോൾ അതേപോലെ ഈ ഒരു വേർഷൻ ലോഡ് ചെയ്തതിൽ ഇങ്ങനെ ഉണ്ടാവും. ആംഗിൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഡീറ്റെയിൽസ് എനിക്ക് ഫുൾ അറിയില്ല. ഇത് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് വരുന്ന പാരാമീറ്റേഴ്സ് ആയിരിക്കും ഇത്. പിന്നെ അതിൽ മൊസൈക്കും ഇതൊക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, സൂം ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ വാല്യൂസ് ചിലപ്പോൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും, പിന്നെ യൂസ് കേസിനനുസരിച്ചിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന എന്താണോ അതിനനുസരിച്ചിട്ട് അങ്ങനെ ചേഞ്ച് വരും. ചിലപ്പോൾ ഹയർ സിസ്റ്റംസ് ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹെവി ആയിട്ടുള്ള പ്രോസസ്സിങ് വേണ്ടി വരും. അപ്പം അങ്ങനെ മാറുന്നുണ്ട്. പാരാമീറ്റേഴ്സ് ഏത് മൊഡ്യൂളിലാണ് വരുന്നത്. ഇപ്പോൾ 264 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൽ കൺവല്യൂഷൻ ലെയർ ആണ് യൂസ് ചെയ്യുന്നത്. 8.4 CNN ബാക്ക്ഡ് ആണ്. അപ്പോൾ അതിൽ കൺവല്യൂഷൻ ലെയർ വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് 128 120 ന്യൂറോൺസിൻ്റെ അതൊക്കെ സെറ്റ് ചെയ്യില്ലേ. പിന്നെ എന്താ ഡ്രോപ്പ് ഔട്ട് ഇതൊക്കെയാണ് തോന്നുന്നു. നിയറസ്റ്റ് അപ്പ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്, ഡൗൺ സാമ്പിളിംഗ് ഉണ്ട്, പിന്നെ പൂളിംഗ് ഒക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ഡിഫൈൻ ചെയ്ത് ഓൾറെഡി അതിൽ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വരുന്നത് ഇതിൻ്റെ ആ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ വാലിഡേഷൻ ലോസും ട്രെയിനിങ് ലോസും ഒക്കെ ചെക്ക് ചെയ്യില്ലേ, അക്യുറസി ഒക്കെ ചെക്ക് ചെയ്യില്ലേ, അതേപോലെ ഇവിടെയും വരും. പിന്നെ അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ 5.35 ജിഗാഫ്ലോപ്സ് എന്നുള്ള ആ ഒരു ഇതാണ് വരുന്നത്. ക്ലാസ് ഇമേജസ് 328, ഇൻസ്റ്റാൻസസ് 813, ബോക്സ് വരുന്നത് റൊട്ടേഷൻ. പിന്നെ അതിൻ്റെ വാലിഡേഷൻ യൂസ് ചെയ്യുന്നതാണ് ഈ MAP 50 എന്ന് പറഞ്ഞിട്ട്. അബ്സല്യൂട്ട് പ്രിസിഷൻ എന്ന് പറയും, അത് എത്രയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ റേഞ്ചിൽ കൊടുത്തിട്ട് എത്രയാണ് 50 to 95 എത്രയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലാണ് അത് എത്രമാത്രം ബെറ്റർ ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം. പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ, പ്രിസിഷനും റീകോളും ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ എപ്പോച്ച് 2-ൽ എത്ര ഡിഫറെൻ്റ് ആവുന്നുണ്ട് എന്നുള്ളത്, അങ്ങനെ ഓരോ എപ്പോച്ചിലും അത് ഫൈൻഡ് ചെയ്യുന്നതാണ് കാണിച്ചു കൊടുത്തത്. 8 എപ്പോച്ച് കംപ്ലീറ്റഡ് ഇൻ 0.177 hours. ഒപ്റ്റിമൈസർ സ്ട്രിപ്ഡ് ഫ്രം. റൺ ചെയ്യിക്കുമ്പോൾ വരുന്ന ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ സൂമിങ് റൊട്ടേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞില്ലേ. ഓക്കെ, ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് അടുത്ത് വരുന്നത്. ദെൻ ട്രെയിനിങ് പാരാമീറ്റർ ഫ്ലിപ്പർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. 50% ഓഫ് ഇമേജസ് ആർ ഫ്ലിപ്ഡ് ഹൊറിസോണ്ടലി. ഇത് എങ്ങനെ ചെയ്താലും ലേൺ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് കൊടുത്തുന്നുള്ളൂ. പിന്നെ വരുന്നത് വെർട്ടിക്കൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഹ്യൂ സാച്ചുറേഷൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സിവിൽ ചെയ്തായിരുന്നില്ലേ, അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്യാണ് ഇവിടെ. ഡാർക്ക് ഹെൽമെറ്റ്, ഇപ്പോൾ യെല്ലോ ഹെൽമെറ്റ് മാത്രം വന്നാൽ ഡിറ്റക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ വേരിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിലും ഡിറ്റക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു വെജിറ്റേഷനൊക്കെ ചെക്ക് ചെയ്തായിരുന്നത്. ഇപ്പോൾ വെജിറ്റേഷൻ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം മാസ്ക് ഇട്ടിട്ടാണ് പിന്നെ ആ ഗ്രീനറി ഡിറ്റക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കേർണൽസിൽ ആ ഒരു ഫിൽറ്റേഴ്സിൻ്റെ വാല്യൂ കൊടുത്തിട്ടാണ് അവിടേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ വേരിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യണം. ഹെൽമെറ്റ് ഈസ് ഹെൽമെറ്റ്. ഓക്കെ, അതിനിപ്പോൾ യെല്ലോ ഹെൽമെറ്റ് മാത്രം ഡിറ്റക്ട് ചെയ്യണം എന്നല്ല, ഏത് ടൈപ്പ് വന്നാലും ഡിറ്റക്ട് ചെയ്യണം. അതിൻ്റെ ആ റേഞ്ചിൽ വരുന്ന ഏത് ടൈപ്പ് വന്നാലും ഡിറ്റക്ട് ചെയ്യണം. അതിനാണ് ആ ഒരു ഹ്യൂ സാച്ചുറേഷൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ആ ലെയേഴ്സ് എടുക്കുന്നത്.
പിന്നെ അതിൻ്റെ വാല്യൂസ് സെറ്റ് ചെയ്യണ പാരാമീറ്റേഴ്സ് HSV ഹൈറ്റ്, HSV ഹ്യൂ ആൻഡ് HSV സാച്ചുറേഷൻ, HSV വാല്യൂസ് 0.4 എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് അതിന് സെറ്റ് ചെയ്തിട്ട് ആ റേഞ്ചിലാണ് ഡിറ്റക്ട് ചെയ്യുക. ഒറിജിനൽ ഹെൽമെറ്റ്, സ്കെയിൽഡ്, സ്മോൾ ഹെൽമെറ്റ്, ലാർജ് ഹെൽമെറ്റ്. സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാണ് 0.5. ദിസ് ഹെൽപ്സ് ഡിറ്റക്ട് ഒബ്ജക്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ്. ആൻഡ് റൊട്ടേഷൻ, ആ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്താലും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. അതിനാണ് റൊട്ടേഷൻ ഒക്കെ ചെയ്യുന്നത്. യോളോ റൊട്ടേറ്റ്സ് ഇമേജ് റാൻഡംലി, യൂസ്ഫുൾ ബിക്കോസ് ക്യാമറാസ് ആർ നോട്ട് ഓൾവേസ് പെർഫെക്റ്റ്ലി ലെവൽ. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ പ്രോ മോഡിൽ ആ ഗ്രിഡ് സൈസിങ് ഒക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ കറക്റ്റ് ആ ഒരു സ്റ്റഡി ആക്കിയിട്ട് ഇപ്പോൾ സ്റ്റെബിലൈസേഷനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗ്രിഡ് ഇങ്ങനെ വരും, എന്നിട്ട് അത് ലെവൽ ചെയ്യണ കണ്ടിട്ടില്ലേ, അതേപോലെയൊക്കെ ഇവിടെ അത് ലെവൽ ചെയ്തിട്ടൊക്കെ ഫൈൻഡ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുക. ദെൻ ട്രാൻസ്ലേഷൻ, ഒബ്ജക്റ്റ് ഷിഫ്റ്റ് സ്ലൈറ്റ്ലി ലെഫ്റ്റ്, റൈറ്റ് അപ്പ് ഓർ ഡൗൺ, ദ മോഡൽ ലേൺസ് ദാറ്റ് ഒബ്ജക്ട്സ് പൊസിഷൻ ഈസ് നോട്ട് ഫിക്സ്ഡ്. സോ അതിനെ എല്ലാ പൊസിഷനിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ആദ്യം സൈസ് ഇത്രയായിരുന്നു, പക്ഷെ ആ സൈസ് കുറഞ്ഞിട്ട് കുറച്ചുകൂടി കുറഞ്ഞാലും അത് ക്യാറ്റ് ആണെന്ന് തന്നെ അത് ഡിറ്റക്ട് ചെയ്യണം. സോ അതിന് ഡിഫറെൻറ്റ് പൊസിഷൻസ് അതിന് കാണിച്ചു കൊടുക്കണം. സോ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിൽ റൺ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു എപ്പോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇമേജ് കാണിച്ചു കൊടുക്കുന്നതല്ല, അതിന് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഫ്ലിപ്പ് ചെയ്യും, പൊസിഷൻ ചേഞ്ച് ചെയ്യും, സൈസ് ചേഞ്ച് ചെയ്യും. ഇതൊക്കെയാണ് യോളോയിൽ നടക്കുന്നത്. ഓക്കെ, കാരണം എങ്ങനെ വന്നാലും ഡിറ്റക്ട് ചെയ്യണം. ഇപ്പോൾ ഹെൽമെറ്റ് ആദ്യം നേരെ വെച്ചായിരുന്നു, പിന്നെ തലകുത്തി വെച്ചാലും ഹെൽമെറ്റ് അല്ലാണ്ടാവണില്ല, ആ ഹെൽമെറ്റിനെ ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻസ് അത് കൊടുക്കണം. അതാണ് ഇത്രയും ടൈം ആവണതിന്. ആൻഡ് ഷിയർ എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് അപ്പിയർ സ്ലാൻറ്റഡ്, ദിസ് സിമുലേറ്റ് ഡിഫറെൻറ്റ് വ്യൂയിങ് ആംഗിൾസ്. ഡിഫറെൻറ്റ് ആംഗിൾസിൽ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അതാണ് അവിടെ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. വ്യൂയിങ് ആംഗിൾസ് സെറ്റ് ചെയ്യില്ലേ, ഇപ്പോൾ നമ്മൾ എക്സ്റ്റിക് ലേബിൾസ് 20 എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അപ്പോൾ അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ നേരെ 90 ഡിഗ്രിയിൽ ഇരിക്കുന്നത് കുറച്ച് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്താലും അതേ ഫൈൻഡിങ്സ് തന്നെ വരണം. അങ്ങനെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആ ഒരു സിംഗിൾ ഇമേജിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. ദെൻ പെർസ്പെക്റ്റീവ് 0.00 ക്രിയേറ്റ്സ് എ മൈൽഡ് 3D ക്യാമറ എഫക്റ്റ് യൂസ്ഫുൾ ഫോർ സർവെയിലൻസ് ആൻഡ് മൊബൈൽ ക്യാമറ ഇമേജസ്. ഒരു 3D ക്യാമറ എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ മൊസൈക്ക്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സൂമും ബ്ലറും ഒക്കെ ചെയ്തായിരുന്നു, അതേപോലെ മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്. മൊസൈക്ക് ആൻഡ് മിക്സപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ എന്താ പറയുക, മൊസൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽറ്റർ ഫോണിൽ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ മറ്റേ ബോക്സ് ആയിട്ട് അതേപോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ആ ഒരു പൊസിഷൻസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താലും ലൈക്ക് ഓൾറെഡി 3 ഡയമെൻഷനിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിനെ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനായിരിക്കും ഫോക്കസ്, ആ ഒരു ഏരിയക്കോ കാര്യങ്ങൾക്കോ ആയിരിക്കില്ല. ഓക്കെ, ഒബ്ജക്റ്റ് എങ്ങനെ വന്നാലും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണം. ഇതേപോലെ സോ ഈ ഒരു രീതിയിലായിരിക്കും ഒബ്ജക്ട്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇങ്ങനെ ചെരിഞ്ഞും ഇതൊക്കെ ആയിട്ട് വന്നാലും അതിനെ ഡിറ്റക്റ്റ് ചെയ്യണം. ഇപ്പോൾ വാർപ്പിടൊക്കെ ആയാലും, വാർപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ഉണ്ട്, അതും സ്ക്യൂസ്ഡോ ഷ്രിങ്ക്ഡോ ഒക്കെ ആയാലും അതിനെ അതേപോലെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം. നേരെ വെച്ചാൽ മാത്രമല്ല, ഇങ്ങനെയൊക്കെ എടുത്താലും അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം. അതിനാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ജസ്റ്റ് ട്രെയിനിങ് അല്ല അവിടെ നടക്കുന്നത്, അതിനെ ടോട്ടലി പല ആംഗിൾസിൽ നിന്ന് കാണിച്ചു കൊടുക്കും. റൊട്ടേറ്റ് ചെയ്യും, ഓരോ സ്ഥലത്തേക്ക് മാറ്റി വെക്കും, വാർപ്പ് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും, അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് അതിന് കാണിച്ചു കൊടുക്കും. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് 1 image, YOLO combines in 4 images. This is one of the YOLO signature augmentations. Image 1, Image 2, Image 3, Image 4 എന്ന് പറഞ്ഞിട്ട് more objects per training image, better detection of small objects, improved robustness. സോ ഈ ഒരു സിംഗിൾ ഇമേജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ 3-4 ടൈപ്പൊക്കെ ഉണ്ടാക്കും ഈ ഒരു രീതിയിൽ.
and mix up YOLO blends two images, image A, image B and plus mixed image. Mix up 0.2 എന്ന് പറഞ്ഞിട്ടൊരു റേഷ്യോ സെറ്റ് ചെയ്തു. യൂസ്ഫുൾ ഫോർ ഇംപ്രൂവിങ് ജനറലൈസേഷൻ. കോപ്പി പേസ്റ്റ് ഒബ്ജക്ട്സ് ആർ കോപ്പിഡ് ഫ്രം വൺ ഇമേജ് ആൻഡ് പേസ്റ്റഡ് ടു അനദർ. ആൻഡ് ഹെൽമെറ്റ് കോപ്പി പേസ്റ്റ് ഇൻ ടു അനദർ ഇമേജ്. അങ്ങനെ മിക്സപ്പ് ചെയ്തിട്ടും അത് ചെയ്യും. ദിസ് ഇൻക്രീസസ് ദ വെറൈറ്റി ഓഫ് ഒബ്ജക്ട് പ്ലേസ്മെൻറ്റ്സ്. ഓക്കെ, ആ ഒരു ഒബ്ജക്ട്സ് എവിടെ പ്ലേസ് ചെയ്താലും അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, മാക്സിമം കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി. എൻ്റെ ഇവിടെ നിന്നൊരു എറർ ഉണ്ട്, അത് പാരാമീറ്റേഴ്സാണ് എറർ വരുന്നത്. അതായത് ഈ വേർഷൻ്റെ ഇഷ്യൂ ആണ്. ഞാൻ YOLO 26 എടുത്തായിരുന്നത്. അതിൻ്റെ അത് യൂസ് ചെയ്യുമ്പോൾ ഈ എടുത്ത ഡാറ്റ സെറ്റ് എനിക്ക് തോന്നുന്നത് YOLO V8 അല്ലെങ്കിൽ 11 ആണ് ചെയ്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഞാൻ കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കുറച്ചുകൂടി ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു റിയൽ ടൈം ഡിറ്റക്ഷൻ്റെ ഇത് ആഡ് ചെയ്യാനാണ്. നോക്കട്ടെ, ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം.